السلام عليكم ورحمة الله وبركاته. بسم الله وبالله وعلى الله فليتوكل المؤمنون. اللهم اجعل كيدهم في نحورهم واكفنا شرورهم. حسبي الله وكفى سمع الله لمن دعا ليس وراء الله منتهى حسبنا الله ونعم الوكيل. اللهم صل وسلم وبارك على حبيبك سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. പ്രാർത്ഥിക്കുവാൻ പത്തദബുകൾ അറിയേണ്ടതാണ്, അല്ലാതിരുന്നാൽ ഉത്തരം മുട്ടുന്നതാണ്. അതിലൊന്ന് സമയം നോക്കണം എന്നാണ്. മഴ പെയ്തിരിക്കും സമയമതിലൊന്നാണ്. മുഹമ്മദ് സയ്യിദന മുഹമ്മദ് ഉസല്ലി സ്വലാതൻ തംലഉൽ അർള വസ്സമാ അലാ മൻ ലഹു അലൽ ഉലമു തബവഉ സ്വലാത്തും വതസ്ലീമുൻ وأزكى تحيتي على المصطفى المختار خير البرية. أقيم مقاما لم يقم فيه مرسل وأمست له حجب جلالي توطأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. إلى العرش والكرسي أحمد قد دنا ونورهما من نوري يتلألأ صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പരയിൽ വളരെ പ്രസിദ്ധനായ, കേരളത്തിലേക്ക് ദീനീ പ്രബോധനത്തിന് വേണ്ടി വന്ന കുടുംബ പരമ്പരയിലെ ശ്രദ്ധേയനായ ഖുത്ബുസ്സമാൻ മൗലദ് ദവീല സയ്യിദ് അലവി തങ്ങളുടെ ആണ്ട് ദിവസം കൂടിയാണ് മുഹറം 7 ഇന്ന്. ബഹുമാനപ്പെട്ട വാവാട് കുഞ്ഞിക്കോയ ഉസ്താദ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവറുകളുടെയും ആണ്ട് ദിവസമാണ്. രണ്ടുപേർക്കും ചേർന്ന് ഒരു സൂറത്തുൽ ഫാത്തിഹ ഓതി നമുക്ക് വിഷയാവതരണം ആരംഭിക്കാം. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. അല്ലാഹു നമ്മുടെ ഫാത്തിഹയെ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് ഉദ്ദേശിച്ചവരുടെ ഹദറത്തിലേക്ക് അല്ലാഹു അതിൻ്റെ സവാബിനെ എത്തിച്ചു കൊടുക്കട്ടെ.
നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മ വാപ്പമാർ ഉസ്താദുമാർ ബന്ധുക്കൾ ദുആ ചെയ്യാൻ പറഞ്ഞവർ, നമ്മളെ സഹായിച്ചവർ, നമ്മുടെ സ്ഥാപനത്തെ സഹായിച്ചവർ, ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് വേണ്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അധ്വാനിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു വലിയ കൂലി നൽകട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹിജ്റ കൊണ്ട് അറിയപ്പെട്ട ഹിജ്റ വർഷത്തിലെ 1-ാം മാസമാണ് മുഹറം മാസം. ഹിജ്റ പല തരത്തിലുണ്ട്. പരിശുദ്ധമായ മുത്തുനബിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീഅത്തിലെ ഇസ്തിലാഹ് എന്ന സാങ്കേതിക പ്രയോഗമായ ഹിജ്റ മക്കം ഫത്ഹോടുകൂടി അവസാനിക്കുന്നതാണ്. എന്നാൽ അതിനോട് തുല്യമായ ധാരാളം ഹിജ്റകളുണ്ട്. അങ്ങനെ ഹിജ്റ നടത്തിയ ശ്രദ്ധേയയായ ഒരു സ്ത്രീ ആയിരുന്നു ഹാജറ ബീവി റളിയല്ലാഹു അൻഹ. സഹാബത്ത് റളിയല്ലാഹു അൻഹും നേരത്തെ അബിസീനിയയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു, ഫലസ്തീനിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു, നജാഷി രാജാവിൻ്റെ അടുക്കിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു, മദീനയിലേക്ക് ഹിജ്റ പോയിട്ടുണ്ടായിരുന്നു. യാത്രകളിലെ 4-ാം ഇനം യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്നത്. ഒരു ഇനം സിയാറത്ത് എന്ന യാത്രയാണ്. 2-ാമത്തെ ഇനം റിഹില എന്ന യാത്രയാണ്. 3-ാമത്തെ ഇനം സഫർ എന്ന യാത്രയാണ്. 4-ാമത്തെ ഇനം യാത്രയാണ് ഹിജ്റ എന്ന യാത്ര. സിയാറ എന്ന് പറഞ്ഞാൽ സന്ദർശനത്തിന് വേണ്ടി പോകുന്നതാണ്. മക്കയിലേക്ക് പോകുന്നത്, ഉംറക്ക് പോകുന്നത്, ഹജ്ജിന് പോകുന്നത്, കോഴിക്കോട്ടേക്ക് ഒരാളെ കാണാൻ വേണ്ടി പോകുന്നത്, മടവൂർ CM മക്കാമിലേക്ക് പോകുന്നതൊക്കെ സിയാറയാണ്. റിഹില എന്ന് പറയുന്നത് വരുമാനത്തെ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നതാണ്. കച്ചവടത്തിന് വേണ്ടി പോകുന്ന കാഫില റിഹിലയാണ്. ജോലി ആവശ്യാർത്ഥം ഒരു സ്ഥലത്തേക്ക് പോകുന്നത് റിഹിലയാണ്. UAE-യിലേക്ക് വിസ എടുത്ത് പോകുന്നത് റിഹിലയാണ്. വരുമാനത്തെ ഉദ്ദേശിച്ചു കൊണ്ടുപോകുന്നതാണ് റിഹില. ഇത് രണ്ടും അല്ലാത്ത 3-ാമത്തെ ഒരു യാത്രയാണ് സഫർ എന്ന യാത്ര. സഫർ എന്ന് പറഞ്ഞാൽ യാത്രക്ക് വേണ്ടിയുള്ള യാത്രയാണ്. ഈ യാത്ര ഇന്ന് നടത്താറുള്ളത് കുട്ടികൾ മാത്രമാണ്. വേറെ ആരും അങ്ങനെ സഫർ എന്ന യാത്ര നടത്താറില്ലെന്നാണ്. എന്തിനാ പോണത് എന്ന് ചോദിച്ചപ്പോൾ പോകാൻ വേണ്ടി പോവുക എന്നുള്ളതാണ് സഫർ. ഞാനിപ്പം നിങ്ങോട്ട് വന്നത് സഫറല്ല. കാരണം ഞാൻ ദാറുൽ അസ്ഹറിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് സഫറല്ല. അതൊന്നുകിൽ സിയാറയിൽ ഉൾപ്പെടുത്താം, അല്ലെങ്കിൽ റിഹിലയിൽ ഉൾപ്പെടുത്താം. നിങ്ങളിങ്ങോട്ട് വന്നതും സഫറല്ല. ദാറുൽ അസ്ഹറിലെ കുടുംബസംഗമത്തിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. അത് ഒന്നുകിൽ സിയാറയിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ അത് റിഹിലയിൽ ഉൾപ്പെടുത്തും. നമ്മൾ ഇന്ന് രാവിലെ ഇങ്ങോട്ട് പോരുമ്പോൾ നമ്മുടെ ചെറിയ കുട്ടി നമ്മുടെ കൂടെ പോരാൻ വേണ്ടി കരഞ്ഞിരുന്നു. ഓന് എന്തിനാ കരഞ്ഞത്? പോരാൻ. എവിടേക്ക് പോരാൻ? എവിടേക്കാലും വേണ്ടില്ല. അതാണ് സഫർ. നമ്മൾ വന്നത് ഇങ്ങോട്ടാണ്. നമ്മളിങ്ങോട്ട് പോരുമ്പോൾ കുട്ടി പോരാൻ വേണ്ടി കരഞ്ഞത് ഇങ്ങോട്ടല്ല, എവിടേക്കേലുമാണ്. എങ്ങോട്ടെന്നില്ലാത്ത യാത്രയാണ് സഫർ എന്ന് പറയുന്നത്. അതാണ് യാത്രക്ക് വേണ്ടിയുള്ള യാത്ര എന്ന് പറയുന്നത്. ലോക ചരിത്രത്തിലെ വിപ്ലവം തീർത്ത പല ആളുകളും സഫർ എന്ന യാത്ര നടത്തിയവരായിരുന്നു എന്ന് കാണാം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ മുസാഫിറായിരുന്നു. യാത്രക്ക് വേണ്ടി യാത്ര നടത്തി. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ ഞാൻ പോകട്ടെ? ആദ്യം പറഞ്ഞു പോണ്ടാന്ന്. പിന്നൊരു ദിവസം വീണ്ടും ചോദിച്ചു, ഉമ്മ ഞാൻ പോട്ടെ? അപ്പോഴും പറഞ്ഞു പോണ്ട. പിന്നൊരിക്കൽ അറഫ ദിവസത്തിൽ പള്ളിയിൽ നിന്ന് മടങ്ങി വരുമ്പോൾ ഒരു പശുവിനെ കണ്ടു.
നാൾ പശുവെ പായിച്ചാരെ, ഇതിനോ പടച്ചെന്ന് പശുവ് പറഞ്ഞോ. അവർ പശുവിനെ ചെറിയൊരു വടിയെടുത്ത് ഒരടി കൊടുത്തപ്പോ പശു തിരിഞ്ഞു നിന്ന് ചോദിക്കുന്നത് പോലെ ഗൗസുല്ലാദമിന് തോന്നി, യാ മുഹിയദ്ദീൻ അലിഹാദാ ഖുലിഖ്ത അം ബിഹാദാ ഉമിർത. മുഹിയദ്ദീനെ, ഇതിനാണോ അള്ളാഹു നിന്നെ പടച്ചത്? എന്നെ അടിക്കാനാണോ അള്ളാഹു നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുന്നതായ ഗൗസുല്ലാദമിന് തോന്നി. ഉമ്മയോട് ചെന്ന് പറഞ്ഞു, ഉമ്മ എനിക്കെന്തായാലും പോയേ പറ്റുള്ളൂ പറഞ്ഞു. ഉമ്മ പറഞ്ഞു, എന്നാ പോയിക്കോ, പോകാൻ സമയമായിട്ടുണ്ട്, അതുകൊണ്ട് സമ്മതം കൊടുത്തു. അങ്ങനെ ഉമ്മ പ്രത്യേകമായ വസിയ്യത്തുകൾ നൽകി ഗൗസുല്ലാദമിനെ പറഞ്ഞയച്ചു. ബഗ്ദാദിലേക്ക് പോയതല്ല, പോയി പോയി ബഗ്ദാദിൽ എത്തിയതാണ്. അങ്ങനെ പോയി 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 അങ്ങനെ ഇറാഖിലെത്തി, ബഗ്ദാദിലെത്തി, അങ്ങനെ എത്തിയതാണ്. ബഹുമാനപ്പെട്ട സയ്യിദുനാ ബിലാലുൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു സഫർ പോയതാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് ബാങ്ക് വിളിക്കാൻ കഴിഞ്ഞില്ല. സഹാബത്ത് പോകാൻ അനുവദിക്കുന്നില്ല. ബിലാൽ പറഞ്ഞു, ഞാൻ ഇനി മദീനയിൽ നിൽക്കില്ല, പോവാണ് എന്ന് പറഞ്ഞു. ഒട്ടകപ്പുറത്ത് കയറി യാത്ര പോയപ്പോ സഹാബത്ത് ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ അനുഗമിച്ചു. മദീനയുടെ അതിർത്തി വരെയും അവർ പോന്നു. അതിർത്തിയിൽ ഇറങ്ങി ബിലാൽ റളിയല്ലാഹു അൻഹു പോകുന്നത് സഹാബത്ത് നോക്കി നിന്നു. എങ്ങോട്ടെന്നില്ലാത്ത യാത്രയിൽ മഹാനവർകൾ അങ്ങനെ പോയി 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 ബസറയിൽ എത്തിച്ചേർന്നു. അവിടെ താമസമാക്കി വിവാഹം കഴിച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു സഫർ പോയതാണ്. ഇങ്ങനെ ഇതൊക്കെയാണ് ഈ സഫർ എന്ന് പറയുന്ന യാത്ര. ഇനി ഇതൊന്നും അല്ലാത്തൊരു യാത്രയാണ് ഹിജ്റ എന്ന് പറയുന്ന യാത്ര. ജന്മനാടുപേക്ഷിച്ചുകൊണ്ട് മറ്റൊരു നാട്ടിലേക്ക് താമസം മാറലാകുന്നു ഹിജ്റ. എന്നാൽ സാങ്കേതികമായ ഈ ഹിജ്റ, വാക്കർത്ഥത്തിലുള്ള ഹിജ്റ മാത്രമേ ഇന്ന് നിലവിലുള്ളൂ. ഇസ്തിലാഹിയായ സാങ്കേതികമായ ഹിജ്റ മക്കം ഫത്ഹോടുകൂടെ അവസാനിച്ചു. മക്ക എന്നത് ഇസ്ലാമിന് ഫത്ഹായി ലഭിച്ചതോടുകൂടെ ഹിജ്റ അവസാനിച്ചു. എന്നാൽ മനസ്സുകൊണ്ടുള്ള ഒരു ഹിജ്റയുണ്ട്. മനസ്സുകൊണ്ടുള്ള ഹിജ്റ എന്ന് പറഞ്ഞാൽ മൻ സാറക്കൽ ഹാജർ എന്നാണ്. ഹാജറിനെ പോലെ മനസ്സുകൊണ്ട് ആയ ആളാകുന്നു മുഹാജിർ. ഇന്ന് ശരീരം കൊണ്ട് ഹിജ്റ ഉണ്ടാവില്ല. ഒരാൾ പാലക്കുറ്റിയിൽ നിന്ന് മാറിയിട്ട് കൊടുവള്ളി അങ്ങാടിക്ക് താമസം മാറിയാലും മുഹാജിർ ആവില്ല. വട്ടോളി എളോറ്റിലേക്ക് താമസം മാറിയാലും ഹിജ്റയാവില്ല. കോഴിക്കോട്ടേക്ക് താമസം മാറി ഫ്ലാറ്റ് എടുത്ത് താമസിച്ചാലും ഹിജ്റയാവില്ല. നാടത്തെ പെര വിറ്റാലും ഹിജ്റയാവില്ല. വെറുതെ കൊടുത്താലും ഹിജ്റയാവില്ല. ഏത് ഹിജ്റ? സാങ്കേതികമായി ഉള്ള ഹിജ്റയാവില്ല, വാക്കർത്ഥത്തിലുള്ള ഹിജ്റയാവുള്ളൂ. മറ്റേത് മക്കം ഫത്ഹോടുകൂടെ ഹിജ്റ അവസാനിച്ചിട്ടുണ്ട്. മക്കം ഫത്ഹിന് ശേഷമുള്ള ഹിജ്റ മനസ്സുകൊണ്ടുള്ള ഹിജ്റയാണ്. അതിനെക്കുറിച്ചാണ് പറഞ്ഞത്, അൽ മുഹാജിറു മൻ സാറക്കൽ ഹാജർ. മുഹാജിർ എന്ന് പറഞ്ഞാൽ ഹാജറിനെ പോലെയായവനാകുന്നു. ഹാജർ എന്ന് പറയുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ഭാര്യയും ഇസ്മായിൽ നബി അലൈഹിസ്സലാമിൻ്റെ ഉമ്മയും മക്കയിൽ ആദ്യമായി താമസമാക്കിയ കുടുംബത്തിലെ സ്ത്രീയുമാണ്. മക്കയുടെ ചരിത്രം ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രമാണ്. ഹജ്ജിൻ്റെ ചരിത്രം ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രമാണ്. സംസമിൻ്റെ ചരിത്രം ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രമാണ്. കഅബ ശരീഫിൻ്റെ ചരിത്രം ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രമാണ്. അറഫയുടെ ചരിത്രം ഒരു കുടുംബജീവിതത്തിൻ്റെ ചരിത്രമാണ്. ഭൂമിയിൽ ആദ്യമായി കുടുംബജീവിതം ആരംഭിച്ചത് അബുനാ അബുൽ ബഷർ സയ്യിദുനാ ആദം അലൈഹിസ്സലാമാണ്. കുഴപ്പമില്ല, ഞങ്ങളോട് ഇരുന്നോളി, ഞാൻ ശരിയായിക്കോളാം.
നിന്നോട് ഞാൻ ശരിയായിക്കോളാം നിങ്ങൾ പറയാൻ പോയ പ്രശ്നമാണ്. സ്ത്രീകളെ ആ കുട്ടികളെയൊക്കെ ഒന്ന് കുറച്ച് സമയത്തേക്ക് അടക്കിയിരിക്കും. കുറച്ച് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമല്ല. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോൾ അതിൻ്റെ ശബ്ദത്തിൻ്റെ ഒരു അസ്വസ്ഥത ഉണ്ടാവും, സ്വാഭാവികമാണ്. സംഗതി പ്രസംഗിക്കാൻ പറ്റാത്ത ശബ്ദമൊന്നുമില്ല, പക്ഷെ നമുക്കിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, അതുകൊണ്ട് നിർത്തിയിട്ട് മതിച്ചിട്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മളിങ്ങനെ പരിശോധിച്ചാൽ ഹജ്ജ് കുടുംബജീവിതമാണ്, അറഫ കുടുംബജീവിതമാണ്. മനുഷ്യപിതാവായ അബുൽ ബഷർ ആദം അലൈഹിസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ എന്ന നമ്മളെ അമ്മാനെ ആദ്യമായി കണ്ടുമുട്ടിയ സ്ഥലമാണ് അറഫ. അവർ തമ്മിലുള്ള വിവാഹം സ്വർഗത്തിൽ വെച്ചാണ് നടന്നിരുന്നത്. അർശിന്റെ താഴ്ഭാഗത്ത് സ്വർഗത്തിൽ വെച്ചായിരുന്നു. എന്നാൽ ആദം നബി അലൈഹിസ്സലാമും ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹയും അവിടെ നിന്ന് നിക്കാഹ് കഴിച്ചുവെങ്കിലും അവർ ഒന്നിച്ച് ഒരു വിരിപ്പിൽ കിടന്നുറങ്ങിയിട്ടില്ല. ഒന്നിച്ചൊരു വിരിപ്പിൽ ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ ഉറങ്ങിയിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അറഫയിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയ അന്ന് ആദം നബി അലൈഹിസ്സലാം ശ്രീലങ്കയിലെ ദജിന എന്ന പ്രദേശത്ത് വന്നു. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹ ജസീറത്തുൽ അറബിലെ ജിദ്ദയിലും വന്നു. അങ്ങനെ രണ്ടുപേരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അറഫയിൽ വെച്ചാണ്. അറഫയിൽ വെച്ച് അവർ കണ്ടുമുട്ടിയ ദിവസത്തിൽ മുഖറബുൽ അംലാഅ് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. എന്നിട്ട് ഈ രണ്ട് ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഭാര്യക്കും ഭർത്താവിനും എങ്ങനെയാണ് ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരേണ്ടത് എന്ന് പഠിപ്പിച്ചു കൊടുത്തു. അൽ ബിദായത്തു വന്നിഹായയിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം പറയുന്നുണ്ട്. ജിബ്രീൽ അലൈഹിസ്സലാമിനാൽ പഠിപ്പിക്കപ്പെട്ടതാണ് ഭാര്യ ഭർതൃ ജീവിതം. അതിൽ നിന്നാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. ഇണചേരുക, ഭാര്യയും ഭർത്താവ് ഇണചേരുക എന്ന് പറഞ്ഞത് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തതാണ്. ആദം നബി അലൈഹിസ്സലാം എന്ന നമ്മളെ വാപ്പാക്കാണ് അത് പഠിപ്പിച്ചത്. ഹവ്വാ ബീവി റളിയല്ലാഹു അൻഹാ എന്ന നമ്മളെ അമ്മക്കാണ് അത് പഠിപ്പിച്ചത്. അങ്ങനെയാണ് കുടുംബജീവിതം ആരംഭിക്കുന്നത്. 1,24,000 അമ്പിയാക്കൾ പ്രപഞ്ചത്തിൽ വന്നു. മറ്റൊരഭിപ്രായത്തിൽ 2,24,000 അമ്പിയാക്കൾ വന്നതിൽ ഈസ നബി അലൈഹിസ്സലാം ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ നബിമാരും കുടുംബമായി ജീവിച്ചവരാണ്. ഈസ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിന്റെ മുന്നോടിയായി ഇറങ്ങി വരുമെന്നും വിവാഹം ചെയ്യുമെന്നും അതിൽ മക്കളുണ്ടാകുമെന്നും മഹാനായ സയ്യിദുനാ ഈസ അലൈഹിസ്സലാം വഫാത്തായിട്ട് മദീനയിൽ റൗള ഷരീഫിന്റെ അടുക്കൽ മറവ് ചെയ്യപ്പെടുമെന്നുമാണ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതോടുകൂടി 1,24,000 അമ്പിയാക്കളും കുടുംബമായി ജീവിച്ചവരാവും. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ആദ്യം മക്കളുണ്ടായിരുന്നില്ല. ആദ്യ ഭാര്യ സാറാ ബീവിയാണ്. രണ്ടാമത് ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചപ്പോൾ അതിൽ മകനുണ്ടായി. ആ മകനാണ് ഇസ്മായിൽ അലൈഹിസ്സലാം. അതിനുശേഷം സാറാ ബീവിക്കും മക്കളുണ്ടായി. ലൂത്ത് നബി അലൈഹിസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിക്കാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്തിൽ മലക്കുകൾ വന്നു. സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ സാറാ ബീവി ഗർഭിണിയായി. സാറാ ബീവിയിൽ മക്കളുണ്ടായി. ഇത് കണ്ടപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, എൻ്റെ മൂരിക്കുട്ടി പോയല്ലോ എന്ന് പറഞ്ഞു. നിങ്ങൾ തിന്നെന്ന് എഴുതിയിട്ടാണ് ഞാൻ ഉണ്ടാക്കിയത്, എൻ്റെ മൂരിക്കുട്ടി പോയല്ലോ. അപ്പൊ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, സാരല്ല. ആ ബിരിയാണിയിൽ നിന്ന് മൂരിക്കുട്ടിയുടെ ഇറച്ചിയൊക്കെ എടുത്തിട്ട് പറഞ്ഞു, മൂരിയെ നീച്ചു കയറും. മുരി നീച്ചു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ സംഭവബഹുലമായ കുടുംബജീവിതം ആരംഭിക്കുക.
ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെയും ഇസ്മായിലിനെയും മക്കയിൽ കൊണ്ടുചെന്നാക്കി. അതാണ് അറബികളുടെ കുടുംബ ജീവിതത്തിൻ്റെ തുടക്കം. അവിടുന്ന് അങ്ങനെ തുടങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഹാജറ ബീവി റളിയല്ലാഹു അൻഹയെ മക്കയിൽ കൊണ്ടുചെന്നാക്കി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം മടങ്ങിപ്പോകുമ്പോൾ ഹാജറ ബീവി ഇബ്രാഹിം നബിയോടൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, എന്നെയും ഈ ചെറിയ കുട്ടിയെയും ഇവിടെ തനിച്ചാക്കി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ ഇബ്രാഹിം നബി മറുപടി ഒന്നും കൊടുത്തില്ല. കാരണം എന്തപ്പതിന് പറയാം, ഒന്നും പറയാനില്ല. മൂപ്പര് തിരിഞ്ഞു നോക്കാതെ അങ്ങനെ പോയി. രണ്ടാമതും ചോദിച്ചു, ഇനി ചെറിയ കുട്ടിനെയാക്കിയിട്ട് നിങ്ങൾ എവിടുക്കാ പോണത് എന്ന്. അപ്പോഴും മറുപടി ഒന്നും പറഞ്ഞില്ല. കാരണം ഒന്നും പറയാനില്ല, എന്താ പറയാം. മൂന്നാമത് ഒരു ക്ലൂ കൊടുത്ത് ചോദിച്ചു. അങ്ങനെയാണ് കുട്ടികൾ പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടുമെങ്കിലും ഉസ്താദെ ഇതെന്താ ചോദ്യം എന്ന് ചോദിക്കും. അതെന്തിനാ വെച്ചാൽ ക്ലൂ കിട്ടാനാണ്. സംഗതി പരീക്ഷൻ്റെ ചോദ്യപേപ്പർ വായിച്ചു കൊടുക്കണ്ടെന്നാണ് നിയമം. സ്കൂളിലും മദ്രസയിലും എവിടെ എന്ത് ചെയ്യണ്ട, പരീക്ഷാ ചോദ്യപേപ്പർ നിയമപ്രകാരം വായിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചോദ്യപേപ്പർ വായിക്കാൻ കിട്ടില്ലെങ്കിൽ പിന്നെ അവൻ എവിടുന്ന് ഉത്തരം കിട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് നിയമപ്രകാരം വായിച്ചു കൊടുക്കേണ്ടതില്ല എന്നാണ്. എന്നാലും കുട്ടികൾ ഈ നാലാമത്തെ ചോദ്യം എന്താണെന്ന് ചോദിക്കും. അതെന്തിനാ? ചോദ്യം വായിക്കാൻ കിട്ടായിട്ടല്ല, ഉത്തരത്തേക്ക് വല്ല ക്ലൂവും കിട്ടുമോ എന്നാണ്. ഹാജറ ബീവി മൂന്നാമത് ചോദിച്ചപ്പോൾ ക്ലൂ കൊടുത്തു. എന്താ ക്ലൂ? അല്ലാഹു അമറക ബിഹാദാ എന്നാണ് മൂന്നാമത് ചോദിച്ചത്. അല്ല പറഞ്ഞിട്ടാണോ ഞങ്ങളെവിടെ ആക്കണത് എന്ന് ചോദിച്ചപ്പോൾ ക്ലൂ കിട്ടി. അപ്പൊ തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഞാൻ അതെ, അല്ല പറഞ്ഞിട്ട് തന്നെയാണ് നിങ്ങളെവിടെ ആക്കണത് എന്ന് പറഞ്ഞപ്പോൾ ഹാജറ ബീവി പറഞ്ഞു, ഇതല്ലാ യുളയ്യുനല്ലാഹ്, എന്നാൽ അള്ളാഹു ഞങ്ങളെ വെറുതെയാക്കുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. ചെറിയ ഒരു കുന്ന് കണ്ടു, ഒരു മല, ഒരു ചെറിയ കുന്ന്. ആ കുന്നിൻ്റെ മറുപുറത്തെത്തിയപ്പോ ഇസ്മായിലും ഹാജറയും കാണൂല എന്ന് ഉറപ്പായി. അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം തിരിഞ്ഞു നിന്നിട്ട് അള്ളാഹിനോട് ദുആർന്ന്, പഠിച്ചോനെ, എൻ്റെ മക്കളെ, ഭാര്യയെയും മകനെയും നീ വെറുതെയാക്കരുത് പഠിച്ചോനെ. ഭൂമിയിലെ പഴങ്ങളിൽ നിന്ന് എൻ്റെ സന്താനങ്ങൾക്ക് നീ ഭക്ഷിപ്പിക്കണമേ എന്ന് ദുആർന്നു. ആ ദുആയാണ് ഭക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പഴങ്ങളായതിൻ്റെ കാരണം. ഇബ്രാഹിം നബിയുടെ ദുആയാണ്. സ്വർഗത്ത് ചെന്നാലും അങ്ങനെ തന്നെയാണ്, ആദ്യം കിട്ടുക പഴമാണ്. അതിലുണ്ട് മുന്തിരി തോട്ടവും റുമ്മാന, രസമുള്ളതാ കദളിപ്പഴം തിന്നാനാന്ന് പറഞ്ഞ പഴങ്ങളാണ് സ്വർഗത്ത് ചെന്നാലുള്ളത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ദുആയാണ് അതിൻ്റെ പിന്നിലെ രഹസ്യം. അങ്ങനെ ദുആർന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പോയി. ഒരു തോൽപാത്രത്തിൽ വെള്ളമുണ്ടായിരുന്നു, മറ്റൊരു പാത്രത്തിൽ കാരക്കയും ഉണ്ടായിരുന്നു. തോൽപാത്രത്തിലെ വെള്ളം തീർന്നു, മറ്റേ പാത്രത്തിലെ കാരക്കയും തീർന്നു. കാരക്കയും വെള്ളവും തീർന്നതിനാൽ മുലയിലെ മുലപ്പാലും തീർന്നു. അങ്ങനെ എല്ലാം തീർന്നു. അവസാനം ഹാജറ ബീവിയുടെ മുഖത്തേക്ക് നോക്കി ഇസ്മായിൽ കരയാൻ തുടങ്ങി. മുലയിൽ പാലില്ല, കൊടുക്കാൻ വെള്ളവുമില്ല. തൻ്റെ കുട്ടിക്ക് ഒരു തുള്ളി വെള്ളം അന്വേഷിച്ചുകൊണ്ട് ഹാജറ ബീവി റളിയല്ലാഹു അൻഹ സഫ എന്ന കുന്നിലേക്ക് കയറി. ഒരാളുടെ ഉയരത്തിൽ കയറി തിരിച്ചു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നായ ഓടി വരുന്നത് കണ്ടു. കുന്നിൽ നിന്ന് താഴെ ഇറങ്ങി ചെന്നായയെ ഓടിച്ച് മറുവ എന്ന കുന്നിലേക്ക് ഓടി. ഒരാളുടെ ഉയരത്തിൽ കയറി തിരിഞ്ഞു നോക്കുമ്പോൾ കുട്ടിയുടെ അടുത്തേക്ക് വീണ്ടും ചെന്നായ വരുന്നത് കണ്ടു. ഇറങ്ങി വന്ന് ചെന്നായയെ ഓടിച്ച് വീണ്ടും സഫയിലേക്ക് പോയി. നോർമലായിട്ട് ആലോചിക്കുക, നമ്മളാണെങ്കിൽ എന്താ അറിയാം? നമ്മളാണെങ്കിൽ ഇസ്മായിൽ എടുത്തുകൊണ്ട് തോളിലിട്ടിട്ടുള്ള വെള്ളം തിരഞ്ഞു പോവുക. ഇവിടെ ചെന്നായ ഉണ്ട് എന്ന് ഉറപ്പാണ്, ചെന്നായ വരുന്നു ഉറപ്പാണ്. പിന്നെന്തേ കുട്ടിനെടുക്കാതെ പോയത്? ഇസ്മായിൽ കനേറിയിട്ടൊന്നുമല്ല അലൈഹിസ്സലാം. പിന്നെന്തേ? ഞങ്ങളെ ഇവിടെയാക്കാൻ അള്ളാഹു പറഞ്ഞതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതെ, ഇവിടെ ആക്കാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞിട്ടുണ്ട്.
അതുകൊണ്ട് എടുക്കാത്ത. ഇതിനെയാണ് തവക്കുൽ എന്ന് പറയാം. ഇതാണ് മുഹാജിറിന്റെ മനസ്സ്. ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ അള്ളാഹുവിന് ഏൽപ്പിച്ചു കൊടുത്തു എന്നതാണ് ഇവിടെ സംഭവിച്ചത്. അതിനൊരു ചീരണിയായി അള്ളാഹു കൊടുത്തു സംസം വെള്ളം. ഒരു ഉമ്മ തൻ്റെ കുട്ടിയെ അള്ളാഹുവിന് അർപ്പിച്ചതാണ് സംസമിൻ്റെ പിന്നിലെ രഹസ്യം. ഇപ്പം നമ്മളെ ഹജ്ജ് കഴിഞ്ഞു, ഹജ്ജിന് പോയ ആൾക്കാർ അവിടുന്ന് ഇഷ്ടം പോലെ പള്ളറച്ച് കുടിച്ചിട്ട് പോരായിട്ട് 5 ലിറ്ററിൻ്റെ കന്നാസ് കൊടുന്നിട്ട് തികയാതെ ആയപ്പോൾ ലഗേജിൽ ആരും കാണാതെ തുണി പൊയിഞ്ഞിട്ടിട്ട് പിന്നെയും കൊടുന്നു. അതാണ് സംസം. അതിൻ്റെ പിന്നിൽ ഒരു ഉമ്മയും കുട്ടിയാണ്, ഒരു ഉമ്മയും ഒരു കുട്ടിയാണ് അതിൻ്റെ ബാക്കിലുള്ളത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും. അങ്ങനെയാണ്. ദണ്ണം മാറാൻ മാത്രമൊന്നുമല്ല, പെരപ്പണി തീരാനും സംസം വെള്ളം കുടിച്ചാൽ മതി. അങ്ങനെയാണ് ഹദീസിലുള്ളത്. പെരപ്പണി തീരാനും സംസം വെള്ളം കുടിച്ചാൽ മതി, മുതലുണ്ടാവാനും സംസം കുടിച്ചാൽ മതി, കടം വീടാനും സംസം കുടിച്ചാൽ മതി, കോളേജ് ഉഷാറാവാനും സംസം കുടിച്ചാൽ മതി, പള്ളിപ്പണി തീരാനും സംസം കുടിച്ചാൽ മതി, പെരേക്ക് നല്ലൊരു റോഡ് ഉണ്ടായി കിട്ടാനും സംസം. അങ്ങനെയുള്ള ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത് സംസം വെള്ളം എന്തിനു കുടിച്ചോ അതിനെല്ലാം പറ്റും. കാലെത്രയായി എന്നറിയോ? കാലെത്രയായി സംസം തുടങ്ങിയിട്ട്? ഇക്കഴിഞ്ഞ ഹജ്ജ് സീസണിന്റെ മുമ്പത്തെ ഹജ്ജ് സീസണിൽ സംസമിനെ കുറിച്ച് പത്രത്തിലൊരു ഫീച്ചർ വന്നിരുന്നു. അതിൽ പറയുന്നുണ്ട്, ഒരു സെക്കൻഡിൽ 6000 ലിറ്റർ സംസമാണ് പമ്പ് ചെയ്യണത്. 1.5 HP മോട്ടർ വെച്ച് നമ്മളെ കിണർ പറ്റും. നമ്മളെ പെരയത്തെ കിണർ 1.5 HP മോട്ടർ വെച്ചാൽ പറ്റും. 6000 ലിറ്ററാണ് ഒരു സെക്കൻഡിൽ പമ്പ് ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ഒരു ഉമ്മി ഒരു കുട്ടിയാണ്. ഒന്നും കൂടി ഉണ്ട് കടന്നു പിടിച്ചാൽ ഒരു വാപ്പയും ഒരു ഉമ്മിയും ഒരു കുട്ടിയും. അതാണ് സംസമിൻ്റെ പിന്നിലെ രഹസ്യം. നമ്മൾ സത്യത്തിൽ നമ്മുടെ മക്കളെ അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കാൻ ഈ സമയം ഉപയോഗപ്പെടുത്തിയാൽ അതാണ് ഹിജ്റ നൽകുന്ന വലിയ സന്ദേശം. അൽ മുഹാജിറു മൻ സാറകൽ ഹാജർ. മുഹാജിർ എന്നാൽ ഹാജറിനെ പോലെ ആയിട്ടുള്ള മനുഷ്യനാണ്. ആരാണ് ഹാജർ? തൻ്റെ കുട്ടിയെ അള്ളാഹുവിന് അർപ്പിച്ചു എന്നതാണ് ഹാജറിൻ്റെ പ്രത്യേകത. ലോക ചരിത്രത്തിൽ വിപ്ലവം തീർത്ത അറബികളുടെ പിതാവാണ് സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാം. ആ വാപ്പയാണ് ഈ മകൻ. അവരുടെ ഉമ്മയാണ് സയ്യിദത്തുനാ ഹാജറ റളിയല്ലാഹു അൻഹ എന്ന മഹദി. ഇതാണ് തവക്കുലിന്റെ സന്ദേശം. മക്കളുടെ വിജയമെന്ന് പറയുന്നത് തവക്കുലിന്റെ വിജയമാണ്. കുടുംബജീവിതത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് തവക്കുലിൻ്റെ വിജയമാണ്. പടച്ചോനെ എത്രത്തോളം ഏൽപ്പിച്ചിട്ടുണ്ട് അതിനനുസരിച്ചാണ് കാര്യങ്ങൾ നടക്കുക എന്നർത്ഥം. അതുകൊണ്ട് ഹിജ്റയുടെ സന്ദേശത്തിൽ നിന്ന് കുടുംബജീവിതവും, ഹിജ്റയുടെ സന്ദേശത്തിൽ നിന്ന് പാരന്റിങ്ങും എല്ലാം നമ്മൾ പഠിച്ചെടുക്കണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെതായി അറിയപ്പെട്ട ഒരു ദുആ ഉണ്ട്. മക്കൾക്ക് വേണ്ടി ഏറ്റവും നന്നായി ദുആ ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയ ആളാണ് സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം. മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിമാണ് എൻ്റെ വാപ്പ അലൈഹിസ്സലാം. നബി തങ്ങൾക്ക്, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇബ്നുൽ ദബീഹൈൻ എന്നൊരു പേരുണ്ട്. അറുക്കപ്പെട്ട 2 വാപ്പാരുടെ മകൻ എന്നൊരു പേരുണ്ട് നബിക്ക്. 99 പേരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക്. എന്തെങ്കിലും ഉണ്ടായിരിക്കണേ. 99 പേരുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. അതൊക്കെ പറഞ്ഞാൽ മതി, പക്ഷെ ഞാൻ പറയുമ്പോൾ മാത്രം പോരാന്ന് മാത്രം. ഒച്ചടണമെന്നൊന്നുമില്ല, ചുണ്ടനങ്ങണം. അത് നോക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഞാൻ അപ്പം എല്ലാവരും നോക്കണില്ല. എല്ലാവരും നോക്കുകയുണ്ട്, എല്ലാവരും നോക്കുകയുണ്ട്. ഈ ബോക്സിൻ്റെ മറവിൽ 1-2 ആൾക്കാരുണ്ട്, ഓല മാത്രം കാണുന്നില്ല, ബാക്കി എല്ലാവരും കാണുന്നുണ്ട്. അടുക്കിട്ട് നോക്കിയല്ല. സദസ്സൊക്കെ നല്ല ഉഷാറാണ്, ഒരു കുഴപ്പമില്ല, സെറ്റാണ്.
ഒരു യാനബി നമ്മളെല്ലാവരും ഒന്ന് മനസ്സറിഞ്ഞ് എല്ലാവരെ ഒന്നുകൂടി സെറ്റാവും ചെല്ലല്ലേ. യാനബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. ഇങ്ങോട്ട് നോക്കണം എല്ലാവരും. ബഹുമാനപ്പെട്ട സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെതായി അറിയപ്പെട്ട ഒരു ദുആ ഉണ്ട്. മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ദ്വാരുന്ന ആളാണ് ഇബ്രാഹിം നബി എന്നാണ് ചരിത്രം അടയാളപ്പെടുത്തിയത്. അതിൽപ്പെട്ടൊരു ദുആയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അയുനിൻ വജ്അൽനാ ലിൽ മുത്തഖീന ഇമാമാ. ഈ ദുആ വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർദി ഹൗന എന്ന് ഓതി തുടങ്ങുന്ന ആയത്തുകൾ ഇവിടെ തുടർച്ചയിൽ കാണാം. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കൾക്ക് വേണ്ടി തോരുന്ന വേറൊരു ദുആ ഉണ്ട് ഖുർആനിലെ. റബ്ബി ലാ തുഹ്സിനി ഹീന യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. മക്കൾക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ തോരുന്ന ആളാണ് സയ്യിദുനാ ഇബ്രാഹിം. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം എൻ്റെ വാപ്പയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് അറുക്കപ്പെട്ട വാപ്പാരുടെ മകൻ എന്ന് നബി തങ്ങൾക്കൊരു പേരുണ്ട്. ഒരു അറുക്കപ്പെട്ട ആള് മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാമാണ്. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ ഇബ്രാഹിം നബി അറുക്കാൻ കൊണ്ടുപോയി. പാറക്കല്ലിൻ്റെ അടുത്തെത്തിയിട്ട് വാപ്പ മോനോട് പറഞ്ഞു, മോനെ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു സ്വപ്നത്തിലൂടെ എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട് മോനെ, എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ മകൻ പറഞ്ഞു, യാ ബത്തിഫ് അൽ മാ തുഅ്മർ, വാപ്പ നിങ്ങളോട് അള്ളാഹുവിൻ്റെ കൽപ്പന എന്താണോ അത് നിങ്ങൾ പ്രവർത്തിക്കണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. മുഅ്മിനീങ്ങൾ എല്ലാവരും ചിന്തിക്കണേ, ഈ ചോദ്യോത്തരം നേരത്തെ പഠിപ്പിക്കപ്പെട്ടതല്ല. അതായത് ഉമ്മ ഹാജറ ബീവി ഇസ്മായിലിനോട്, മോനെ എൻ്റെ വാപ്പ എന്നെ അറക്കാൻ കൊണ്ടുപോട്ടോ, അങ്ങനെ കാട്ടിക്ക് കൊണ്ടുപോയി ഒരു പാറക്കല്ലിൻ്റെ അടുത്തെത്തിയാൽ നിന്നെ അറുക്കണമെന്ന് അള്ളാഹു എനിക്ക് വഹ്യ് നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വാപ്പ നിങ്ങൾ അർത്തോളി, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറഞ്ഞോളോണ്ടു, കുഴപ്പമൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോത്തിന് ജിബ്രീൽ ആടിനേറ്റ് വരും എന്ന് ഉമ്മ പറഞ്ഞു കൊടുത്തിട്ടില്ല. നേരത്തെ സെറ്റ് ചെയ്ത ചോദ്യത്തിലല്ല. ഞമ്മക്കിപ്പോൾ ഒരാളെടുത്ത് തങ്ങൾ പാപ്പാനെ കാണാൻ വേണ്ടിയിട്ട് കുട്ടിനെ കൊണ്ടുപോകുമ്പോൾ തങ്ങൾ പാപ്പ എന്ത് ചോദിച്ചാലും ഉത്തരം പറഞ്ഞോളൂണ്ട് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്നാൽ ഇത് സെറ്റ് ചെയ്ത ചോദ്യത്തിലല്ല. ഇസ്മായിൽ അലൈഹിസ്സലാം ചെറിയ കുട്ടിയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ചോദ്യം ചോദിച്ചപ്പോൾ വാപ്പ നിങ്ങൾ അർത്തോളി, ഞാൻ ക്ഷമിച്ചോളാം എന്ന് പറയാനുണ്ടായ കാരണം വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകന്റെ ഗുണം മകനുണ്ടായതാണ്. നിങ്ങൾക്ക് മനസ്സിലായാലും വേണ്ടില്ല, മനസ്സിലായില്ലെങ്കിലും വേണ്ടില്ല. വാപ്പാന്റെ ഗുണം വാപ്പാക്കുണ്ടായപ്പോൾ മകന്റെ ഗുണം മകനുണ്ടായതാണ്. അതുകൊണ്ടാണ് മുത്തുനബി പറഞ്ഞത്, അനഫി മില്ലത്തി അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ്. ഞാൻ എൻ്റെ വാപ്പയായ ഇബ്രാഹിമിൻ്റെ മാർഗത്തിലാണ് എന്ന ഹദീസിനെ നമ്മുടെ മലബാർ ഭാഷയിലേക്ക് കൊണ്ടുവന്നാൽ അതിൻ്റെ അർത്ഥം ഇനി ഞാൻ പറയും പോലെ. എന്താ അതിൻ്റെ അർത്ഥം? ഇൻ്റെ വാപ്പ ആരാന്നറിയാൻ എനിക്ക് ഇബ്രാഹിമാണ്, ആലോചിച്ച് കഴിച്ചോളുണ്ടോ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതിനെ മലയാളത്തേക്ക് നമ്മളെ മലബാർ ഭാഷയിലേക്ക് അതിന് കൊടുന്നാൽ അതിൻ്റെ അർത്ഥം അതാണ്. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇബ്രാഹിം നബിയെ കൊണ്ട് അഭിമാനം പറഞ്ഞു. എന്താ കാരണം? വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക എന്നതാണ് കാരണം.
അൽ വലദു സിർറു അബീഹി എന്നാണ്. പിതാവിൻ്റെ സ്വകാര്യമാകുന്നു മകൻ അല്ലെങ്കിൽ മകൾ എന്നാണ്. മകൻ എന്ന് പറഞ്ഞത് മകൾ അതിൽ പെടാത്തതുകൊണ്ടല്ല, അറബി ശൈലി അനുസരിച്ച് പുരുഷനെ മുന്തിച്ചു പറയുന്നതാണ് അറബിയിലുള്ള ഒരു ശൈലി. അതുകൊണ്ട് അങ്ങനെ പറയാണ്. മകൻ എന്ന് പറഞ്ഞിടത്തൊക്കെ മകളും ബാധകമാണ്. മോനായാലും മോളായാലും വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണം എന്താണ്? മുത്തുനബിയുടെ ഗുണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഗുണം എന്താണ്? സിദ്ദീഖുൽ അക്ബറിന്റെ ഗുണം. ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. പ്രസംഗം എന്നുള്ള അർത്ഥത്തിൽ ആദ്യമായിട്ട് ഈ ഉമ്മത്തിൽ പ്രസംഗിച്ച ആള് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. നബി തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്താണ് അത് സംഭവിച്ചത്. ഒരിക്കൽ മുസ്തഫ നബിനോട് ചോദിച്ചു, നബിയെ, നമ്മൾ ഈ പറയുന്നത് സത്യമല്ലേ എന്ന് ചോദിച്ചു. ആണ് പറഞ്ഞു. നമുക്കൊരു പൊതുയോഗം നടത്തല്ലേ ചോദിച്ചു. അന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വകാര്യത്തിൽ ദീനീ പ്രബോധനം നടത്തുന്ന കാലഘട്ടമാണ്. ഞമ്മക്കൊരു പൊതുയോഗം നടത്തുക എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, അതൊന്നും ഇപ്പോൾ വേണ്ട, നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ പ്രസംഗിച്ചോളാം. അങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ പറഞ്ഞിട്ട് അങ്ങനെ കഅബയുടെ അടുക്കൽ ഒരു പൊതുയോഗം വെച്ചു എന്നൊക്കെ പറഞ്ഞാൽ ദാറുൽ അസ്ഹറിന്റെ വാവാട് ഉസ്താദിന്റെ അനുസ്മരണം പോലെ തോന ആള് വന്നിട്ടുണ്ടാവും, പന്തലുണ്ടാവും എന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അന്നാകെ ഇസ്ലാമിൽ 60 ആൾക്കാരുണ്ട്. 60 ചില്ലാനം ആളുകളാണ് ആകുള്ളത്. അതിനനുസരിച്ചുള്ളൊരു പൊതുയോഗം എന്തായാലും അത് തീരുമാനിച്ചു. മഹാനായ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രഭാഷകനായി എത്തി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു. പ്രസംഗം കേട്ടപ്പോ ഖുറൈശികൾക്ക് എതിർപ്പ് കൂടി. അവർ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ ഇങ്ങോട്ട് പോരി, എന്നാലേ ആൾക്കാർ ഇങ്ങോട്ട് നോക്കുള്ളൂ. ഇന്നെ നോക്കണം കേട്ടോ. നിങ്ങളെടുക്കാൻ നോക്കണ വെച്ചാൽ അങ്ങനെ ഞാനും നോക്കും. അതാണ് ഇവിടുത്തെ പരിപാടി. അതാണ് നോട്ടമില്ലാതെ വയറില്ല. ഇവിടെ എന്നല്ല എവിടെയും പറയില്ല നോക്കാത്ത വയറ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയാൽ ഞാൻ കടലാസുകൾ പോലും കൈ പിടിക്കാത്തത് നിങ്ങളിൽ നിന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കടലാസുകൾ നോക്കണ ആ നേരങ്ങളിൽ നിന്ന് നോക്കാതിരിക്കുമല്ലോ, അതും കൂടി വേണ്ട കരുതിയിട്ടാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് നോക്കിയേ പറ്റുള്ളൂ. ആണുങ്ങൾ കേട്ടോ. പെണ്ണുങ്ങൾ പിന്നെ ഓല വയ്ക്കാൻ എന്താ ചാവട്ടെ, ഒച്ചടാൻ ഞാൻ മതി. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبطحي والحبيب العربي. മുഅ്മിനീങ്ങളെ, അങ്ങനെ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പ്രസംഗം തുടങ്ങി. പ്രസംഗം കേട്ടപ്പോൾ ഖുറൈശികൾക്ക് ദേഷ്യം വന്നു. കാരണം ആ പ്രസംഗം മദ്ഹുൻ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് കേട്ടാലും നല്ലോണം വീറൊടിച്ച. അങ്ങനെയാണ്. ഇനിയിപ്പോൾ റബീഉൽ അവ്വൽ വരികയാണ്. ഇനിയിപ്പോൾ മുഹറമായല്ലോ, സഫർ ഉണ്ടാവുമ്പോൾ തന്നെ തുടങ്ങും മുഹമ്മദ് നബി സാധാരണ മനുഷ്യൻ തന്നെയാകുന്നു. നബി തങ്ങളെ മദ്ഹ് കേട്ടാലാണ് ഏറ്റവും ഏറെ. ഏതായാലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം തുടങ്ങി. വിഷയം മദ്ഹുൻ നബി ആയിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറിട്ടി സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിന് ഏറ് കിട്ടി, അടി കിട്ടി. അവസാനം മഹാനായ സിദ്ദീഖുൽ അക്ബർ ബോധരഹിതനായി വീണു. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാർ ഓടി വന്നു. സംഗതി അങ്ങനെയൊക്കെ ആയാലും കുടുംബത്തിനന്ന് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. മഹാനവറുകളുടെ കുടുംബക്കാർ ഓടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയപ്പോൾ ബോധമുണ്ടായിരുന്നില്ല. അന്ന് വെള്ളം ഇറങ്ങണില്ല, നേരങ്ങത്തിൽ ശ്വാസം വലിക്കാൻ പറ്റണില്ല. സിദ്ദീഖിന്റെ കുടുംബം ഈ അടിയിൽ സിദ്ദീഖ് വഫാത്താകുമെന്ന്, മരണപ്പെടുമെന്ന് വിചാരിച്ചു. അതാണ് അപ്പോഴത്തെ അവസ്ഥ, ബോധമില്ല. അതുകൊണ്ട് അവർ യോഗം ചേർന്ന് തീരുമാനിച്ചതിന് ശേഷം കഅബയുടെ അടുക്കൽ വന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു, ഈ അസുഖത്തിൽ സിദ്ദീഖ് മരണപ്പെട്ടാൽ
അതിന് പകരമായി ശൈബത്തിനെ കൊല ചെയ്യുന്നതാണ് പ്രഖ്യാപിച്ചു. ഖുറൈശികളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു ശൈബത്ത്. പ്രഖ്യാപനമൊക്കെ നടത്തി ഓല് വീട്ടിലേക്ക് എത്തിയപ്പോ സിദ്ദീഖ് റളിയല്ലാഹുവിന് ബോധം വന്നിട്ടുണ്ട്. ബോധം വന്ന ഉടനെ ആദ്യമായിട്ട് ചോദിച്ചു, മുഹമ്മദ് എവിടെ ഉള്ളതെന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബക്കാർക്ക് ഈറടിച്ചു. ആകെ വലിയ എടുത്തോടുന്ന ഈ ചോദ്യം ഇല്ലാതിരിക്കാൻ ഈറടിച്ചപ്പോ പറഞ്ഞു, സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അമ്മാട് പറഞ്ഞു, ചെറുക്കന് തിന്നാൻ എന്തെങ്കിലും കൊടുത്താൽ ഞങ്ങൾ പോവുകയാണ്, നോക്കാനാവില്ല അറിഞ്ഞാണ്ട് പോലെ എല്ലാവരും പോയി. ഉമ്മ ഭക്ഷണവുമായി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നപ്പോ മഹാനായ സിദ്ദീഖുൽ അക്ബർ പറഞ്ഞു, ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മുഹമ്മദിന്റെ വിവരം കിട്ടണം എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ ഉമ്മ ചോദിച്ചു, ഞാൻ ഈ നട്ടപ്പാതിരിക്ക് എവിടുന്ന് വിവരം കിട്ടാനാന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞു, ഖത്താബിന്റെ മകൾ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി ഫാത്തിമയുടെ അടുക്കൽ പോയാൽ വിവരമറിയാം എന്ന് പറഞ്ഞു. അങ്ങനെ വടിയും കുത്തിപ്പിടിച്ച് രാത്രിയിലെ വടി കുത്തിപ്പിടിച്ചെന്നൊക്കെ ഒരു സംഗതി പറയുമ്പോഴുള്ള ചൊറുക്കാണ് കേട്ടോ. എവിടെ ഉസ്താദെ വടി കുത്തിപ്പിടിച്ചു എന്ന് ഏത് കിതാബിലാ പറഞ്ഞെന്ന് ചോദിക്കരുതേ. ഒരു വിഷയം ഒരു ചരിത്രം പറയുമ്പോൾ അതിൻ്റെ ഒരു ചൊറുക്കുണ്ടല്ലോ. അങ്ങനെ രാത്രിയിലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഇപ്പൊ ഒന്നും പറയാൻ നിർവാഹമില്ല, അതുകൊണ്ടാണല്ല, അതൊന്നും ഉണ്ടായിട്ടല്ല. അങ്ങനെയാണ് സംഗതി ചൊറുക്കിനിങ്ങനെ പറയുമ്പോ. എന്തായാലും രാത്രി സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അമ്മ ഇറങ്ങിയിട്ട് ഖത്താബിന്റെ വീട്ടിൽ പോയി ഉമർ റളിയല്ലാഹുവിന്റെ പെങ്ങൾ ഫാത്തിമനെ കണ്ടു. മുഹമ്മദിന്റെ വിവരം എന്താന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതില് പറഞ്ഞു, ഇപ്പൊ അങ്ങനെ പറയാൻ പറ്റിയതല്ല, പറയാൻ കഴിയൂല, അതിന് കിട്ടിയില്ലെങ്കിൽ എൻ്റെ കുട്ടി ഭക്ഷണം കഴിക്കൂല, ഒപ്പം മരിച്ചു പോകും എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങളൊപ്പം അങ്ങോട്ട് പോരാറുന്നു. അന്ന് പോരാറുന്നു. അങ്ങനെ രണ്ടാം കൂടി വന്നു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫാത്തിമയോട് ചോദിച്ചു, മുഹമ്മദിന്റെ വിവരം എന്താണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, അർഖമിന്റെ വീട്ടിൽ സുരക്ഷിതനാണ് എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ നബിനെ കണ്ടിട്ടല്ലാതെ ഭക്ഷണം കഴിക്കൂല, അതുവരെ വിവരം കിട്ടിയാൽ കഴിക്കുന്നായിരുന്നു, അപ്പൊ ഇനി കണ്ടിട്ടേ ഭക്ഷണം കഴിക്കുള്ളൂ പറഞ്ഞു. അങ്ങനെ രണ്ടാളും കൂടി സിദ്ദീഖ് റളിയല്ലാഹുവിനെ താങ്ങി പിടിച്ച് നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോവാണ്. ഇതെന്താ പറഞ്ഞത് നിങ്ങള്? ഈ ഉമ്മത്തിൽ ആദ്യമായി പ്രഭാഷണം നടത്തിയ ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖാണ്. എന്നാൽ ഈ ഉമ്മത്തിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ ആദ്യമായി പ്രസംഗിച്ച ആള് ആയിഷത്തു സിദ്ദീഖയാണ്. ബാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാകുക എന്ന് പറയാനാണ് ഞാനത് പറഞ്ഞത്. അനഫീ മില്ലത്തി അബീ ഇബ്രാഹിം, ഞാൻ ഇബ്രാഹിമിന്റെ മാർഗത്തിലാണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ അറുക്കപ്പെട്ട ആള് ഈ അബ്ദുൽ മുത്തലിബിന് ആദ്യം മക്കളുണ്ടായിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് തൻ്റെ പിതാവിൻ്റെ കൂടെ, പിതാവിൻ്റെ സഹോദരന്റെ കൂടെ മക്കയിലേക്ക് താമസം മാറിയതാണ്. അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അവർ പാപ്പാപ്പാരായിട്ട് വലിയ പൈസക്കാരാണ്, സമ്പന്നരാണ്. അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തിന് മക്കളുണ്ടായിരുന്നില്ല. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ കഅബയുടെ അടുത്ത് ചെന്ന് പല ദുആകളും നീർച്ചകളും ഒക്കെ നടത്തി. എന്തായിട്ടും കുട്ടികളില്ല, ഇനിയൊരിക്കലും കുട്ടികളുണ്ടാവില്ല എന്ന് ഉറപ്പുമായി. അപ്പോൾ ഒരു ദുആ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി എനിക്കൊരു കുട്ടി ഉണ്ടാകുകയില്ല, ആ കുട്ടിനെ ഞാൻ അറുക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 13 മക്കളാണ് ഉണ്ടായി. വേറെ അഭിപ്രായത്തിൽ 16 മക്കളുണ്ടായി അബ്ദുൽ മുത്തലിബിന്. അതിലെ ചെറിയ മകനാണ് അബ്ദുള്ള എന്ന് പറയുന്ന മോൻ, മുത്തുനബിയുടെ വാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം. 13 മക്കൾ അല്ലെങ്കിൽ 16 മക്കളുണ്ടായ സാഹചര്യത്തിൽ ഒരിക്കൽ അബ്ദുൽ മുത്തലിബ് മക്കളെ വിളിച്ചൂട്ടിയിട്ട് പറഞ്ഞു, കുട്ടികളെ, വാപ്പാക്കൊരു നീർച്ച ഉണ്ടായിരുന്നു. എന്തേ വെച്ച്, ഞാൻ എനിക്ക് കുട്ടികളില്ലാത്തൊരു കാലത്ത് ഇങ്ങനെ ഒരു നീർച്ച, അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് എനിക്ക് കുട്ടി ഉണ്ടായാലും ഒരു കുട്ടീനെ അർക്കൊന്ന് നീർച്ചയാക്കിയിട്ടുണ്ട്, എന്തപ്പോ കാട്ടുകയെന്ന് ചോദിച്ചപ്പോൾ 16 മക്കളും പറഞ്ഞു ഞങ്ങൾ അർത്തോളി പറഞ്ഞു. 16 ആളും പറഞ്ഞു ഞങ്ങൾ അർത്തോളി പറഞ്ഞു. എല്ലാവർക്കും സമ്മതമാണ്. ഇനിയിപ്പോൾ എന്താ കാട്ടുക എന്നുള്ള പ്രശ്നമായപ്പോൾ അവസാനം നറുക്കിടാൻ തീരുമാനിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോൾ കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. അപ്പൊ ബാക്കിയുള്ള മക്കൾ പറഞ്ഞു അബ്ദുള്ളാൻ അറുക്കണ്ട, ഒന്ന് ചെറിയ മോനാണ്, 2 കൂട്ടത്തിൽ ഏറ്റവും ഭംഗിയുള്ള ആളാണ്, അതിന് പകരം വേറെ ആരെങ്കിലും അറുത്തോളി പറഞ്ഞു. രണ്ടാമത് നറുക്കിട്ടു, കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്.
അപ്പോഴും പറഞ്ഞു എല്ലാവരും ഒന്നുങ്ങെടുത്താൽ മൂന്നുങ്ങളോടല്ലേ ഒന്നും കൂടി ഇട്ട് വെക്കാറുണ്ട്. മൂന്നാമത് നറുക്കിട്ടു. അപ്പോഴും കിട്ടിയത് അബ്ദുള്ളാന്റെ നറുക്കാണ്. ഇനിയിപ്പോൾ എന്താ കാട്ടുക? എല്ലാവരും പറഞ്ഞിറക്കാൻ പറ്റൂല, നാട്ടുകാരും പറഞ്ഞിറക്കാൻ പറ്റൂല. അങ്ങനെ അവസാനം അക്കാലത്ത് ജീവിച്ചിരുന്ന പൂർവകാല വേദങ്ങൾ പഠിച്ച ഒരു പുരോഹിതന്റെ അടുക്കൽ പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി പോയി. അദ്ദേഹം ഒരു പരിഹാരം നിർദ്ദേശിച്ചു. ഈ അമ്പെടുക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അതായത് ഒരു പാത്രത്തിൽ ഈ നറുക്കെടുക്കുന്നതിൻ്റെ ഒരു പഴയ രീതിയാണ് ഇത് അമ്പെടുക്കൽ. ഒരു പാത്രത്തിൽ അബ്ദുള്ളാന്റെ പേര് എഴുതിയ ഒരു അമ്പിടുക. അതേ പാത്രത്തിൽ 10 ഒട്ടകങ്ങളെ ഒരു ഭാഗത്ത് ഇങ്ങനെ മാറ്റി നിർത്തിയിട്ട് 10 ഒട്ടകങ്ങൾ എന്ന് എഴുതിയ ഒരു അമ്പൂടുക. എന്നിട്ട് അതിങ്ങനെ ഇളക്കിയിട്ട് അമ്പെടുക്കുമ്പോൾ ഒട്ടകങ്ങളുടേത് കിട്ടിയാൽ ഒട്ടകം 10 ഇറക്കുക, അബ്ദുള്ളാനെ ഒഴിവാക്കുക. അബ്ദുള്ളാൻ്റെത് കിട്ടിയെന്ന് വിചാരിക്കുക, എന്നാൽ ഒട്ടകം 10 കൂടി കൂട്ടുക, 20 ഒട്ടകാക്കുക. എന്നിട്ട് ആയിക്കെന്ന് നറുക്കിടുക. അങ്ങനെ 10 കൂട്ടിക്കൊണ്ടുവരിക എന്ന് അദ്ദേഹം തീരുമാനം പറഞ്ഞു. ഈ തീരുമാനം അനുസരിച്ച് 10 ഒട്ടകങ്ങളെയും അബ്ദുള്ളാനെ നിർത്തിയിട്ട് അമ്പും എഴുതി പാത്രത്തിലിട്ട് ഇളക്കിയിട്ട് എടുത്തു. അബ്ദുള്ളാന്റെ കിട്ടി. 10 കൂടി കൂട്ടി വീണ്ടും ഇട്ടു, അബ്ദുള്ളാന്റെ കിട്ടി. അങ്ങനെ പൗപ്പത്ത് കൂട്ടി 100 ഒട്ടകം തികഞ്ഞപ്പോൾ ഒട്ടകത്തിന്റെ നറുക്ക് കിട്ടി. 100 ഒട്ടകത്തെ അറുത്ത് ദാനം ചെയ്തു. ഇതാണ് രണ്ടാമത് അറുക്കപ്പെട്ട ആൾ എന്ന് പറഞ്ഞ് മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവ് അബ്ദുള്ളയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, അനന്നബിയ്യു ലാ കദിബ് അനബിനു അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അനന്നബിയ്യു യുദ്ധസമയത്താണ് പറഞ്ഞത്. നിങ്ങൾ എന്താ എന്നെ പറ്റി മനസ്സിലാക്കിയത് എന്നാണ് അതിന്റെ മലയാളം. അനന്നബിയ്യു ലാ കദിബ്, ഞാൻ നബിയാണ്, നുണ പറയല്ല. അനബിനു അബ്ദുൽ മുത്തലിബ്, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മകനാകുന്നു. ഇതാണ് വാപ്പ. ഇനി അത് വാപ്പ മാത്രല്ല കേട്ടോ, വാപ്പാന്റെ ഗുണം ഉണ്ടാവും, വാപ്പാന്റെ ഗുണം ഉണ്ടാവും, വാപ്പാന്റെ ഗുണം ഉണ്ടാവും. സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ പേര് മുഹമ്മദ് എന്നാണ്, വാപ്പാന്റെ പേര് ഇദ്രീസ് എന്നാണ്. ശാഫഈ മാനവർകളുടെ വല്ലിപ്പയാണ്. വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവും പേരക്കുട്ടിയൊക്കെ. വാപ്പാന്റെ ഗുണം മാത്രല്ല, വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവും തന്നെ. ബഹുമാനപ്പെട്ട ഖിദർ അലൈഹിസ്സലാമും മൂസ നബി അലൈഹിസ്സലാമും കൂടി യാത്ര ചെയ്ത സംഭവം അൽ കഹ്ഫിലുണ്ട്. മതില് നന്നാക്കി കൊടുത്തു. അപ്പോൾ ഖിദർ അലൈഹിസ്സലാമിനോട് മൂസ നബി എന്തിനാ മതില് നേരാക്കിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ആ മതിലിന്റെ താഴെ യതീം കുട്ടികളുടെ മുതലുണ്ട്. വക്കാന അബൂഹുമാ സ്വാലിഹാ, പോലെ വാപ്പൊരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞു. അതാണ് വാപ്പ. വാപ്പാന്റെ ഗുണാണ് മക്കൾക്ക് ഉണ്ടാവുക. അതാണ് അൽ വലദു സിർറു അബീഹി എന്ന് പറഞ്ഞത്. വാപ്പാന്റെ സ്വകാര്യമാകുന്നു മക്കൾ. ഇത് ഇതേമാതിരി തന്നെയാണ് ഉമ്മാന്റെ കാര്യം എടുത്താൽ. ഉമ്മാന്റെ ഗുണാണ് പിന്നെ കുട്ടിയൊക്കെ ഉണ്ടാകുക. ചരിത്രത്തിൽ അറിയപ്പെട്ട ഒരുപാട് ആളുകളെ പരിശോധിച്ചാൽ ഉമ്മമാര് മനസ്സറിഞ്ഞു നോക്കിയതാണ്. മഹാനായ ഇമാം ശാഫഈ റളിയല്ലാഹു അൻഹുവിന്റെ വിജയത്തിന്റെ രഹസ്യം, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 7ാമത്തെ വയസ്സിൽ ഖുർആൻ ഹാഫിളായി. 9ാമത്തെ വയസ്സിൽ മാലിക് ഇമാമിന്റെ മുവത്ത ഹദീസ് കാണാതെ പഠിച്ചു. 11ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും ഫത്വ കൊടുക്കാനും തുടങ്ങി. 11ാമത്തെ വയസ്സിൽ ദർസും ഫത്വയും തുടങ്ങി. 11ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാല് നമ്മളെ കുട്ടികൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന പ്രായമാണ്. അത് പറയണത് എന്തിനാ വെച്ചാല് ഏതാണ് ആ ഏജ് എന്നൊന്ന് മനസ്സിക്ക് വരാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ പ്രസംഗം? ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ബക്കറ്റ് കനത്തിലുള്ള ബക്കറ്റ് വരി നടക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് VC ഇബ്രാഹിം. അതുകൊണ്ട് എല്ലാവരും കായെടുക്കും, ഈശ കൈയടി. ഇവിടെ ദാറുൽ അസ്ഹറിന്റെ പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം കൂടിയാണ് ഈ ഉറൂസ് എന്ന് പറഞ്ഞത്. വാവാട് ഉസ്താദ് ജീവിതകാലത്ത് വളരെയധികം ഇഷ്ടപ്പെടുകയും താല്പര്യപ്പെടുകയും ചെയ്ത ഒരു സ്ഥാപനം.
നിങ്ങളിരുന്ന് കായ് വാങ്ങിയിട്ട് തന്നെ നടത്തുക. അതുകൊണ്ട് എൻ്റെ പ്രസംഗം കഴിഞ്ഞാൽ പൈസ ബക്കറ്റിലിട്ടൊന്നും മതിയാവില്ല, കൊടുക്കേണ്ടി വരും. അത് തൽക്കാലം നമ്മളെ ഈ മൈക്കും സ്റ്റേജും ഈ ക്യാമറയും ഈ സാലിം പൈസയും അങ്ങനെയൊക്കെയുള്ള കുറച്ച് ചിലവുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടന്നു പോകാനുള്ള അത് അതിനുള്ളത് അതിലിട്ടുക. മറ്റേത് നിങ്ങൾ വേറെ വല്ല സ്ലിപ്പൊക്കെ തരും, ഇതേമാതിരത്തിലുള്ള സ്ലിപ്പൊക്കെ തരും. ഒരു വർഷം ഒരു കുട്ടിയുടെ ചിലവ് 35,000 രൂപയാണ് കൊടുക്കേണ്ടി വരും. 6 മാസമാകുമ്പോൾ 18,000 രൂപയാണ് കൊടുക്കേണ്ടി വരും. ചുരുങ്ങിയത് 10 ദിവസമെങ്കിലും കൊടുക്കേണ്ടി വരും. അതിന് കഴിയാത്തൊരു ചാക്ക് അരിയുടെ 2,000 രൂപ കൊടുക്കേണ്ടി വരും. ഇതൊക്കെ നിങ്ങൾ തന്നെ കൊടുക്കേണ്ടി വരും, വേറെ ആരുമല്ല. അതുകൊണ്ട് വയത് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ നടക്കും. ഇപ്പോൾ തൽക്കാലം വയതിൻ്റെ ഇടയിലുള്ള ആ കൊടുത്തി അതവിടെ കൊടുത്താൽ എന്നിട്ട് നമുക്ക് വയതൊക്കെ വരാം. ഞാൻ കൊടുക്കും. എല്ലാവരും കൈ പിടിച്ചോ? എന്നാൽ വയതോടാണ്. കൈ പിടിച്ചില്ലേ? കൈ പിടിച്ചല്ലോ എല്ലാവരും. നഞ്ഞിട്ട് നോക്കി. അപ്പോൾ മനുഷ്യൻ്റെ ഗുണം എന്ന് പറഞ്ഞത് ഒന്നും എൻ്റെ വാപ്പാൻ്റെ ഗുണം. ഏതൊരു മനുഷ്യനെ പറ്റി ചോദിക്കുമ്പോഴും ആദ്യം ചോദിക്കുക ആരാവൻ്റെ വാപ്പാന്നാണ്. ഏത് മനുഷ്യനും ചോദിക്കുമ്പോഴും ആദ്യത്തെ ചോദ്യം ആരാണ് വാപ്പ എന്നതാണ്. രണ്ടാമത്തത് ഉമ്മ. സാധാരണ നമ്മൾ പറയുമ്പോൾ ആദ്യം ഉമ്മ എന്നാണ് പറയല്. പക്ഷെ അള്ളാഹുവിൻ്റെ ആദ്യത്തെ ഹൽക്ക് വാപ്പയാണ്, ഉമ്മയല്ല. ഉമ്മക്ക് പ്രാധാന്യം കുറവാന്നല്ല ഈ പറഞ്ഞതിന് അർത്ഥം കേട്ടോ. വാപ്പയും തുല്യ പ്രാധാന്യം ഉണ്ട് എന്നറിയിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അള്ളാഹു ആദ്യം പഠിച്ചിട്ടുള്ളത് വാപ്പാനെയാണ്, ഉമ്മാനല്ല. മനുഷ്യനെ ചേർക്കപ്പെടുന്നത് അവൻ്റെ പിതാവിലേക്കാണ്. അപ്പം അതുകൊണ്ട് ഉമ്മാന്റെ പ്രത്യേകതയാണ് രണ്ടാമത്. ചരിത്രം പരിശോധിച്ചാൽ ചരിത്രത്തിൽ അറിയപ്പെട്ട പല ആളുകളെയും ഉമ്മാരാണ് നോക്കിയത്. സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. 7-ാം വയസ്സിൽ ഖുർആൻ ഹാഫിളായി. 7-ാം വയസ്സിൽ ഖുർആൻ ഹാഫിളായ ഒരാളുടെ താരീഖ് നമ്മൾ എപ്പോഴും പറയലുണ്ട്. ഷാഫി ഇമാം അല്ലാതെ തൊട്ടടുത്ത കാലത്ത് വഫാത്തായ ദുൽഹിജ്ജ 25-നായിരുന്നു മഹാനവറുകളുടെ ആണ്ട്. കഴിഞ്ഞ മാസം മുഹറമല്ലോ, ദുൽഹിജ്ജ 25-നായിരുന്നു മഹാനവറുകളുടെ ആണ്ട്. 7-ാം വയസ്സിൽ ഖുർആൻ കാണാതെ പഠിച്ച ആൾ ആരായിരിക്കും ചോദിക്കണമെന്നില്ല, ഞാൻ തന്നെ പറയാം. മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, ഫാരിസി, തമിഴ്, അറബി 6 ഭാഷകൾ സംസാരിക്കാനും എഴുതാനും വായിക്കാനും കഴിവുള്ള ആളായിരുന്നു പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ. ഇന്ന് നമ്മൾ ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ നമുക്ക്. ഏത് ഖുറൈശിക്കാണ് 6 ഭാഷ സംസാരിക്കാനും എഴുതാനും കഴിയുക? അതാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞത്. പഴയത് പഴയ തന്നെയാണ്. സംഗതി സൗകര്യമൊക്കെ ഉണ്ട് നമുക്കിവിടെ മഹദിയ കോഴ്സ് ഉണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയാം, നല്ല കോഴ്സാണ്. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സംവിധാനിച്ചിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള മഹദിയ കോഴ്സ് അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ കൊടുനാക്കണം. നമ്മൾ ആദ്യം എടുക്കേണ്ട പല തീരുമാനം അവസാനം എടുക്കും. അത് നമുക്ക് വലിയൊരു അബദ്ധമാണ്. ചില ആദ്യം എടുക്കേണ്ട തീരുമാനങ്ങളുണ്ട്. ഒന്നാമത്തെ കുട്ടി ആൺകുട്ടിയായി, എന്നാൽ നമ്മൾ ഒന്നാമത്തത് ആണല്ലേ, എഞ്ചിനീയർ ആയിക്കോട്ടെ. രണ്ടാമത്തത് അതും ആൺകുട്ടിയാണ്, എന്നാൽ പിന്നെ ഓൻ ഡോക്ടർ ആയിക്കോട്ടെ. മൂന്നാമത്തതും ആൺകുട്ടി തന്നെയാണ്, SLCക്കും തോറ്റിട്ടുണ്ട്, എന്നാൽ പിന്നെ ഓ മൂല്യരായിക്കോട്ടെ എന്ന് നമ്മൾ തീരുമാനിക്കാം. അല്ല, അങ്ങനെയാണ്. മൂല്യരായിക്കോട്ടെ എന്നല്ല തീരുമാനിക്കട്ടോ, ഒന്ന് മയ്യത്ത് സ്കരിക്കാനും ആയിക്കോട്ടെ എന്നാണ് തീരുമാനിക്കുക. ആര്? ഈ SLC തോറ്റ മോനെ ഒന്ന് നിക്കരിച്ചില്ല എന്നല്ല ഇനി പറഞ്ഞ കേട്ടോ. നമ്മൾ ഓരോ തീരുമാനങ്ങളുടെ ഓരോ രൂപം പറഞ്ഞതാണ്. അതുകൊണ്ട് നല്ല മാർക്കുള്ള കുട്ടികളൊക്കെ കൊടുത്തിട്ട് മഹദിയയിൽ ചേർക്കണം. നല്ല കോഴ്സാണ്. ഭൗതിക മത പഠന സമന്വയ സംവിധാനം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ അനിവാര്യമായ ഒരു രീതിയാണ് സമന്വയ സംവിധാനം എന്ന് പറഞ്ഞത്. അപ്പോൾ പഴമക്കാർ, അതാ ഞാൻ പറഞ്ഞത്, പഴമക്കാർ എന്തൊക്കെ പറഞ്ഞാലും പഴമക്കാർ തന്നെയാണ്. പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാർ എന്നൊക്കെ നമുക്ക് പറയുമ്പോൾ നമുക്കിങ്ങനെ തോന്നും, ഒരു തേക്കാത്ത തുണിയൊക്കെ എടുത്ത് ഒരു ജുബ്ബൊക്കെ എടുത്തെങ്ങാണ്ട് നിറഞ്ഞാത്തൊരു തലകെട്ടൊക്കെ കെട്ടിയിട്ട്, അതൊക്കെയാണല്ലോ നമുക്ക് ഉള്ള ഒരു പാങ്ങിൽ. കാരണം നമ്മളെ മനസ്സിലുണ്ടാകുന്ന ഒരു പാങ്ങിൽ അഹമ്മദ് മുസ്ലിയാരെ 7-ാം വയസ്സിലെ ഹാഫിളാണ് എന്ന് പറയുമ്പോഴും അങ്ങനെ എന്നായിക്കോട്ടെ. പക്ഷെ നമ്മൾ ഞെട്ടും, എന്ത് 6 ഭാഷകൾ എഴുതാനും സംസാരിക്കാനും വായിക്കാനും കഴിഞ്ഞിരുന്ന ആളാണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന ആൾ. കേരളക്കാർക്ക് സ്ഥാപനം എന്നാൽ എന്താണെന്നറിയാത്ത കാലഘട്ടത്തിലാണ്
കേരളത്തിൽ താനൂർ ദാറുൽ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സ്ഥാപിക്കുന്നത്. ഇന്ന് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാം. ഇന്ന് നമുക്ക് സ്ഥാപനം എന്ന് പറഞ്ഞാൽ എന്താന്ന് നമുക്കറിയാം. എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുക എന്നറിയാം. കമ്മിറ്റി എങ്ങനെ ഉണ്ടാക്കുക എന്നറിയാം. എത്ര വൈസ് പ്രസിഡന്റുമാർ വരെ ആകാമെന്ന് നമുക്കറിയാം. 3 ഭരണഘടനയിൽ വെച്ചാലും സോപ്പ് ഇടാൻ വേണ്ടി 7 വരെ പോകാമെന്ന് നമുക്കറിയും. പക്ഷെ അതൊന്നും അറിയാത്തൊരു കാലത്താണ് എന്താണ് സ്ഥാപനം, അതെങ്ങനെയാണ് നടത്തേണ്ടത്, അതെങ്ങനെയാണ് സംവിധാനിക്കേണ്ടത് എന്ന് കേരളക്കാർക്ക് അറിയാത്തൊരു കാലത്താണ് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ താനൂർ ഇസ്ലാഹുൽ ഉലൂം അറബിക് കോളേജ് സ്ഥാപിക്കുന്നത്. കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, ഞാൻ കൂട്ടത്തിൽ പറയേണ്ടതുമാണ്, അതുകൊണ്ട് പറഞ്ഞ തന്നെയാണ്. അതുകൊണ്ട് ഈ പഴമക്കാരുടെ താരീഖുകൾ എപ്പോഴും നോക്കണം. വാവാട് ഉസ്താദിന്റെ സ്മരണിക വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം. ശംസുൽ ഉലമാ റഹിമഹുല്ലയുടെ താരീഖ് വായിച്ചിട്ടില്ലാത്തവർ നിർബന്ധമായും വായിച്ചിരിക്കണം. മുൻഗാമികളുടെ താരീഖുകൾ വായിക്കുമ്പോൾ മനസ്സിന് ചില ഉറപ്പുകൾ കിട്ടും. അതിനാണ് ശരിക്കും താരീഖ് വരണത്. മനസ്സിന് ചില ഉറപ്പ് കിട്ടും താരീഖ് വായിച്ചാൽ. വഅദ് എന്ന് പറഞ്ഞാൽ തന്നെ പൂർവികന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തുന്നതിനാണ് വഅദ് എന്ന് പറയാം. ചരിത്രം പറയാതെ പറയുന്നതിന് നസീഹത്ത് എന്ന് പറയും. ചരിത്രം പറഞ്ഞു പറയുന്നതിന്റെ പേരാണ് വഅദ്. പൂർവികന്മാരുടെ താരീഖുകൾ പറഞ്ഞ് നന്മകൾ ഓർമ്മപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ വഅദ് എന്ന് പറയുന്നത്. അപ്പം മനാണ് പറയുന്നത് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു 7-ാം വയസ്സിൽ ഖുർആൻ ഹിഫ്ളാക്കി. 9-ാമത്തെ വയസ്സിൽ മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മുവത്ത എന്ന ഹദീസിന്റെ കിതാബ് കാണാതെ പഠിച്ചു. 11-ാമത്തെ വയസ്സിൽ ദർസ് നടത്താനും പത്ത് കൊടുക്കാനും തുടങ്ങി. അപാരമായ ബുദ്ധിശക്തിയുടെ ഉടമയായിരുന്നു മഹാനായ ഇമാം ഷാഫിഈ. ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാല് ഇന്നമല്ലാമാല് ബിന്നിയാത്ത് ഖാല റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു ഹദീസാവൊന്നുമില്ല. നമുക്ക് അങ്ങനെ തോന്നിയത്. ഒരു ഹദീസ് പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ ഹദീസിന്റെ മുഴുവൻ കാര്യങ്ങളും അറിയണം. അതിന്റെ സബബുൻ നുസൂൽ, ഈ ഹദീസ് പറയാനുണ്ടായ സാഹചര്യം അറിയണം. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത പരമ്പര അറിയണം. ആ പരമ്പരയിലെ ഓരോരുത്തരുടെയും പേര്, വാപ്പാന്റെ പേര്, ജന്മസ്ഥലം, ജനിച്ച വർഷം, വഫാത്തായ വർഷം, മരണപ്പെട്ടതിന് ശേഷം ഖബറടക്കം ചെയ്ത സ്ഥലം, ജീവിതത്തിലെ പ്രധാന സംഭവങ്ങൾ, ഇതൊക്കെ അറിയണം. അപ്പോഴേ ഒരു ഹദീസാവുള്ളൂ. അങ്ങനെ 10 ലക്ഷം ഹദീസുകൾ ബൈ ഹാർട്ട്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. 10 ഹദീസ് നമുക്കറിയില്ല. 10 ഇന്നലെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ഒരു സ്ഥാപനം ഉദ്ഘാടനം ചെയ്തു. ജാമിയ സഞ്ചരിയ ഇസ്ലാമിയ എന്നാണ് ഒരു സ്ഥാപനം. സഞ്ചരി ബിരുദം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ്. 40 ഹദീസുകളും അവയുടെ വിശദീകരണമാണ് പഠിപ്പിക്കുന്നത്. എന്നാലും നമ്മൾ സനത് കൊടുക്കും സഞ്ചരി ബിരുദം. ഷാഫി ഇമാമിന് 40ഉം 40,000 അല്ല, 10 ലക്ഷം ഹദീസുകൾ ബൈ ഹാർട്ട്. അതാണ് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു. ഒരിക്കൽ മഹാനായ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് തൻ്റെ ഒരു ശിഷ്യൻ ചോദിച്ചു, അല്ലയോ ഉസ്താദ് അവറുകളെ, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണ് എന്ന് ചോദിച്ചു. നിങ്ങളുടെ വിജയത്തിന്റെ രഹസ്യം എന്താണ്, നിങ്ങളുടെ ബുദ്ധിയുടെ രഹസ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ബുദ്ധിയുടെയും വിജയത്തിൻ്റെയും രഹസ്യം എൻ്റെ ഉമ്മയാണ് എന്ന് പറഞ്ഞു. എന്താ നിങ്ങളമ്മ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എൻ്റെ ഉമ്മ എനിക്ക് ഒരിക്കൽ പോലും വൃത്തിയോ ശുദ്ധിയോ വുളൂഓ ഇല്ലാതെ മുല തന്നിട്ടുണ്ടായിരുന്നില്ല എന്നതാണ് എൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് സയ്യിദുനാ ഇമാമുനാ ശാഫിഈ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ട്. ഉമ്മാര് മനസ്സറിഞ്ഞു നോക്കിയവരാണ് നമ്മൾ ഈ പേര് പറയുന്ന ആൾക്കാർ. മഹാനായ സയ്യിദുനാ അബൂ ഹനീഫത്തൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ഉമ്മ നോക്കിയതാണ്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ വാപ്പ ചെറുപ്പത്തിൽ നാട് വിട്ടു പോയതാണ്, ഉമ്മ നോക്കിയതാണ്. ഗൗസുൽ ആദം സുൽത്താൻ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ പിതാവ് ചെറുപ്പത്തിൽ മരണപ്പെട്ട് ഉമ്മ നോക്കിയതാണ്. കളവ് പറയല്ല എന്നുമ്മ ചൊന്നാരെ, കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവര്. മുഹിയുദ്ദീൻ ശൈഖിന്റെ പിന്നിൽ മഹാനവറുകളുടെ ഉമ്മയാണ്. അങ്ങനെ അങ്ങോട്ട് പരിശോധിച്ച് നോക്കിയാലേ ഒരുപാട് മനുഷ്യന്മാര്, സയ്യിദുനാ മുഹമ്മദ് ബിൻ ഇസ്മായിൽ അൽ ബുഖാരി
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ജന്മനാ കാഴ്ച കുറഞ്ഞ ആളായിരുന്നു. ഉമ്മ തോരന്ന് കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയിട്ട് 4000 ഉസ്താദുമാരെ നേരിൽ കണ്ട് ഇൽമു പഠിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് ഇബ്നു ഇസ്മാഈലുൽ ബുഖാരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഇമാം ബുഖാരിയുടെ വിജയത്തിന്റെ പിന്നിൽ ഉമ്മയാണ്. ഞാൻ പഠിച്ചോളി നിങ്ങള്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ രചന പൂർത്തീകരിച്ചത് ദുൽഹിജ്ജ മാസത്തിലായിരുന്നു. ദുൽഹിജ്ജ മാസത്തിലെ രചന പൂർത്തീകരിച്ച് അതിന്റെ പ്രകാശനത്തിന് വേണ്ടി നിശ്ചയിച്ചത് മദീനയാണ്. മദീനയിൽ വന്ന് റൗളാ ശരീഫിന്റെ അടുക്കൽ കാത്തു നിൽക്കുക. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് റൗളാ ശരീഫിൽ നിന്ന് വിളിക്കുമ്പോ സഹീഹുൽ ബുഖാരി നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് റൗളയിലേക്ക് സലാം പറഞ്ഞു കയറണം. അങ്ങനെ സഹീഹുൽ ബുഖാരി ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കണമെന്നാണ് മഹാനവർകൾ മനസ്സിൽ നിയ്യത്ത് ചെയ്തത്. അങ്ങനെ മദീനയിൽ വന്നു. റൗളാ ശരീഫിന്റെ പുറത്ത് മഹാനവർകൾ കാത്തുനിന്നു. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചില്ല. ദിവസങ്ങളോളം നിന്നു. വിളിച്ചിട്ടേ കയറുള്ളൂ എന്ന് തീരുമാനിച്ചു. തീരുമാനം കൽബിലണ്ട് ഉറച്ചു. വിളിച്ചിട്ടേ ഞാൻ കയറുള്ളൂ, കയറിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകുള്ളൂ. തീരുമാനം കണ്ട് ഉറച്ചപ്പോ വിളിച്ചു. തീരുമാനമുറച്ചപ്പോ റൗളയിൽ നിന്ന് വിളിച്ചു. സഹീഹുൽ ബുഖാരി ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സലാം പറഞ്ഞ് ബാബുസ്സലാമിലൂടെ പ്രവേശിച്ചു. അന്ന് സയ്യിദുനാ ഇമാമുനാ ബുഖാരി റളിയല്ലാഹു അൻഹു കാത്തുനിന്ന സ്ഥലത്ത് പിന്നീട് ഒരു പള്ളി നിർമ്മിക്കപ്പെട്ടു. മദീനയിലെ മസ്ജിദുൻ നബവിയുടെ തൊട്ടടുത്തുള്ള മസ്ജിദുൽ ബുഖാരി എന്ന പള്ളി അന്ന് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സഹീഹുൽ ബുഖാരിയുടെ പ്രകാശനത്തിന് വേണ്ടി കാത്തുനിന്ന സ്ഥലത്താണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത്. ഉമ്മയാണ് അതിന്റെ പിന്നിലെ രഹസ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉമ്മയും വാപ്പയും, എന്റെ വാപ്പാന്റെ പേര് ഇപ്പൊ എനിക്കറിയാൻ നിർബന്ധമൊന്നുമില്ല. അറിഞ്ഞില്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ട്, തന്തല്ലാത്തവനാന്ന് ആൾക്കാർ പറയും, പക്ഷെ നിർബന്ധമൊന്നുമില്ല. എന്റെ വല്ലിപ്പാന്റെ പേര് എനിക്കറിയാൻ നിർബന്ധമൊന്നുമില്ല, വല്ലിപ്പാന്റെ വാപ്പാന്റെ പേര് അറിയൽ നിർബന്ധമൊന്നുമില്ല. എന്നാൽ മുത്തുനബിയുടെ 20 വാപ്പാരെ പേരറിയൽ നിർബന്ധമാണ്. എന്താ കാര്യം? വാപ്പന്നെയാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം. അതന്നെ അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫി യന്തസിബ് ഉസൈക്കിൽ അബ്ന മുറത്തുൻ കഅബുൽ ലുഐ ഗാലിബ് ഫിഹ്റും മാലികുൻ നദിറുൻ ഉഖൈ കിനാനത്തുൻ ഖുസൈമത്തുൻ വമുദ്രിക ഇല്യാസു സുമ്മ മുദറുക്കും മുദ്രിക നിസാറുഹും വഅദ്ദുഹും അദ്നാനു തർതീബുഹും മാതാബിഹി തിബിയാനു. മുസ്തഫ നബി തങ്ങളുടെ 20 വാപ്പാര. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ യന്തസിബ്. യന്തസിബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് നബി തങ്ങളുടെ പാരമ്പര്യം പോകുന്നത്. അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്, പിന്നെ അബ്ദു മനാഫ്, ഹാഷിമുൻ അബ്ദു മനാഫ്, അങ്ങനെയാണ് പോകുന്നത്. ആ പറയുന്നതിനൊരു പ്രത്യേകത ഉണ്ട്. അതെന്താ വെച്ചാല് ഇത്രയും വാപ്പാരെ പഠിച്ചാൽ തന്നെ നബിനെ മനസ്സിലാവും. അതുകൊണ്ടാണ് അവിടെ ഒരു യന്തസിബ് ചേർത്തിട്ടുള്ളത്. ഈ പാട്ട് പാടിയ ആള് അഹ്മദ് അൽ മർസൂഖി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനാണ്. കണ്ണ് കാണാത്ത ആളായിരുന്നു അഹ്മദ് അൽ മർസൂഖി. കണ്ണ് കാണാത്ത മനുഷ്യൻ. അഹ്മദ് അൽ മർസൂഖി റളിയല്ലാഹു അൻഹു കണ്ണ് കാണാത്തയാളായിരുന്നു. നല്ല ആബിദായ മനുഷ്യനാണ്. ഒരിക്കൽ മുസ്തഫ നബി തങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളെ ഉറക്കത്തിൽ കണ്ടു. അപ്പൊ അഹ്മദ് അൽ മർസൂഖിയോട് പറഞ്ഞു, മർസൂഖി, നിങ്ങളിപ്പോ എന്താ അങ്ങനെ ഇരുന്നാ പറ്റൂലല്ലോ, ആളുകൾക്ക് ഈമാൻ ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു പാട്ട് പാടിയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൽ പറഞ്ഞു, എനിക്ക് പാട്ടൊന്നും അറിയില്ലല്ലോ, ഞാൻ ചൊല്ലിത്തരാം, നിങ്ങൾ പാടിയാൽ മതിയാറും. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പാടിക്കൊടുത്തു. അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി എന്ന് പാടിക്കൊടുത്തു. ഇനി ചൊല്ലിയായിരുന്നു. അതിൽ മൂപ്പര് പാടി, അബ്ദഉ ബിസ്മില്ലാഹി വറഹ്മാനി
വബിർറഹീമി ദായിമിൽ ഇഹ്സാനി. അങ്ങനെ ബാക്കി മൊത്തം പാടി. രാവിലെ ഉണർന്ന് നോക്കുമ്പോൾ പാട്ട് മൊത്തം ഓർമ്മയുണ്ട്. അപ്പോൾ അത് എഴുതി വെച്ചു ആ പാട്ട്. പിന്നീട് ഒരിക്കൽ നബി തങ്ങളെ വീണ്ടും കണ്ടു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. അപ്പൊ പിന്നെയും പറഞ്ഞു നിങ്ങൾ ആ പഴയ പാട്ടൊന്ന് പാടിക്കാണി പറഞ്ഞു. വീണ്ടും പാടിക്കൊടുത്തു. ആ പാട്ടാണ് ഞാൻ പാടിയ അബൂ അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ്. എവിടെയുണ്ട്? വല്ലിമ്മാന്റെ 14 വക ഏടിലുണ്ട്. എവിടെയുണ്ട്? വല്ലിമ്മാന്റെ 14 വക ഏടിലുണ്ട്. അതെന്താ വല്ലിമ്മാന്റെ 14 വക ഏടിലായത്? വല്ലിപ്പാക്ക് ഏടില്ലാത്തോണ്ട് തന്നെ. അതന്നെ വല്ലിപ്പാക്ക് ഏടുമില്ല, മുസാഫും ഇല്ല, ദസ്ബിമാലും ഇല്ല, ഒന്നുമില്ല. വല്ലിമ്മാക്കാണ്. അതുകൊണ്ട് തന്നെ ആ പറഞ്ഞൊക്കെ വല്ലിപ്പാക്കും വേണം തന്നെ സംഗതി. അപ്പൊ അതാണ് വല്യമ്മാന്റെ വീട്ടിലായതിന്റെ കാരണം. അതാണ് സംഭവം. അഹ്മദുൽ മർസൂഖി എന്ന് പറയുന്ന ആള് ജന്മനാ കണ്ണ് കാണാത്ത മനുഷ്യനായിരുന്നു. മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നത്തിലൂടെ തുടങ്ങി കൊടുത്തിട്ട് മഹാനവറുകൾ പാടിയതാണ് കിഫായത്തുൽ ഈമാൻ എന്നാണ് കവിതയുടെ പേര്. നമ്മളെ കുട്ടികളെ ദർസ് ചേർത്താല് പണ്ടൊക്കെ എന്താ പണ്ടൊക്കെ എന്ന് പറയാൻ കാരണം ഇപ്പൊ ചേർക്കലില്ല. അതുകൊണ്ട് തന്നെ ദർസ് ചേർത്താല് ആദ്യം ഉസ്താദ്മാര് ഓതി കൊടുക്കണ കിതാബുണ്ട്. ഒരു അശറത്ത് കുത്തുബ് 10 കിതാബ്, പിന്നൊരു കിതാബുണ്ട് ഒരു സബഅത്ത് കുത്തുബ് 7 കിതാബ്. ആ 7 കിതാബിൽ ഇതുണ്ട്. കിഫായത്തുൽ ഈമാൻ അല്ലെങ്കിൽ കിഫായത്തുൽ അവാം എന്നീ പല പേരുകളിലും അറിയപ്പെടുന്ന ഈ ബൈത്ത് അതിലുണ്ട്. അതന്നെ സംഗതി. അപ്പൊ രണ്ടാമത്തത് ഉമ്മയാണ്, ഒന്നാമത്തത് വാപ്പയാണ്, രണ്ടാമത്തത് ഉമ്മയാണ്. ഉമ്മാന്റെയും വാപ്പാന്റെയും ഗുണമല്ലാത്ത വേറൊരു ഗുണം മക്കൾക്ക് ഉണ്ടാവില്ല, അതുറപ്പാണ്. 4ാം ക്ലാസ് മദ്രസയിൽ പഠിക്കണ അല്ലെങ്കിൽ 4ാം ക്ലാസ് സ്കൂളിൽ പഠിക്കണ ഒരു കുട്ടി സ്കൂളിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടിനെ വേണ്ടാത്തൊരു പേരാണ്ട് വിളിച്ചു എന്ന് വിചാരിക്കുക. ഒന്നുകിൽ 4 കാലുള്ളതിന്റെ പേര് വിളിച്ചു, അല്ലെങ്കിൽ 4 കാലും വാലും കൂടി ഉള്ളതിന്റെ പേര് വിളിച്ചു, അല്ലെങ്കിൽ ചെറിയ കാലുള്ള പേര് വിളിച്ചു, അല്ലെങ്കിൽ ലേശം ഉയരമുള്ളതിന്റെ പേര് വിളിച്ചു. എന്ത് വിളിച്ചാലും ഒരു കാര്യം ഉറപ്പാണ്, പേരേന്ന് ഒന്നുകിൽ വാപ്പ അമ്മാനെ വിളിച്ചതാണ് അല്ലെങ്കിൽ ഉമ്മ വാപ്പാനെ വിളിച്ചതാണ്. മാതാപിതാക്കളുടെ സ്വഭാവമല്ലാത്ത വേറൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. കുറച്ചൊക്കെ വല്യപ്പാൻ്റെ ഉണ്ടാവും, വല്യപ്പാൻ്റെ വാപ്പാൻ്റെ ഉണ്ടാവും, വല്യമ്മാൻ്റെ ഉണ്ടാവും, വല്യമ്മാൻ്റെ ഉമ്മാൻ്റെ ഉണ്ടാവും. അങ്ങനെ പാരമ്പര്യമാണ് സ്വഭാവം. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഞാനീ പറഞ്ഞത്. അതുകൊണ്ട് മക്കളുടെ സ്വഭാവം നന്നാവണമെങ്കിൽ മാതാപിതാക്കളുടെ സ്വഭാവം അത് ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ കണ്ട് ആയിപ്പോയി, എൻ്റെ കുട്ടികളെങ്കിലും നേരാകാൻ വേണ്ടി നിങ്ങളും ദ്വാരക്ക് കൊണ്ടുവന്ന് നടക്കൂല്ല, അതിന് ദ്വാരക്കാൻ പെട്ടിട്ട് ഒഴിവുമില്ല. പിന്നെന്താ വേണം? നമ്മൾ കൊണ്ട് മാറാൻ തീരുമാനിച്ചിട്ട് ദ്വാരക്കാണെങ്കിൽ ഓക്കെ, അത് നമ്മൾ ദ്വാരന്നോളാം. ഞാൻ ഏതായാലും ഇപ്പം ഇങ്ങനെ ആയില്ലേ ദ്വാരക്ക് കൊണ്ടുവന്ന് പറഞ്ഞാൽ നേരമില്ല അവിടെ ഇതിന് ദ്വാരക്കാൻ. നമ്മൾ കൊണ്ട് മാറാൻ തീരുമാനിച്ചു, അതുകൊണ്ട് നിങ്ങളും ദ്വാരക്കോണ്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ, നമുക്ക് ദ്വാരം നോക്കാം. നമ്മൾ മാറാതൊരിക്കലും മക്കൾ മാറില്ല. അതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു മാറ്റത്തിന് തയ്യാറാവണം. വാപ്പാന്റെയും ഉമ്മാന്റെയും ഗുണമില്ലാത്ത ഇത് അമ്പിയാക്കളിൽ വരെ അങ്ങനെയാണ്. അമ്പിയാക്കളിൽ വരെ കാണും. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വാപ്പയായ താറഖ് നേരത്തെ മരണപ്പെട്ടിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. മഹാനായ സയ്യിദുനാ ഈസ നബി അലൈഹിസ്സലാമിനെ നോക്കിയത് ഉമ്മയാണ്. മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാമിനെ എന്തിനും അങ്ങോട്ടൊക്കെ പറഞ്ഞത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വാപ്പ നോക്കിയിട്ടില്ല, മുത്തുനബിയെ നോക്കിയത് ഉമ്മയാണ്. ഉമ്മുനാ ആമിന റളിയല്ലാഹു അൻഹാ, ആമിന ബീവിയാണ് പിന്നാര നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കിയത്. പിന്നെ വളർത്തുമ്മയായ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹയാണ്. ആമിന ബീവി നോക്കി, പിന്നെ ഹലീമത്തു സഅദിയ്യ റളിയല്ലാഹു അൻഹ നോക്കി, സുവൈബത്തുൽ അസ്ലമിയ്യ നോക്കി. വാപ്പാന്റെ അടിമ സ്ത്രീയായിരുന്നു സുവൈബത്തുൽ അസ്ലമിയ്യ. ഉമ്മു ഐമൻ നോക്കി. ഇതൊക്കെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പെണ്ണുങ്ങളെ പേരാണ്, ഈ പറഞ്ഞതൊക്കെ സ്ത്രീകളുടെ പേരാണ്. ആമിന ബീവി റളിയല്ലാഹു അൻഹ, ആമിന ബീവിയുടെ അടുക്കൽ നബി തങ്ങൾ ജീവിക്കുന്ന കാലത്ത് ആണ് മുല കൊടുക്കാൻ വേണ്ടി ഹലീമ ബീവി റളിയല്ലാഹു അൻഹ കൊണ്ടുപോയത്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം തീരെ പഠിക്കാതെ പോയൊരു അധ്യായമാണ്. വളരെ കുറഞ്ഞ വായനകളും പഠനങ്ങളും മാത്രമാണ്. പഴമക്കാർ പഠിച്ചിട്ടില്ല എന്നല്ല കേട്ടോ, നമ്മൾക്ക് ഇടയിൽ നിന്ന് വളരെ ചെറിയ വായനയും പഠനമാണ് നബി തങ്ങളുടെ കുട്ടിക്കാലത്തെ കുറിച്ചുള്ളത്. റബീഉൽ അവ്വൽ 12-ന് കുട്ടികൾ വയലു പറയുകയാണെങ്കിലും ഇന്റർനാഷണൽ വിഷയങ്ങളാ പറയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു കുട്ടിക്കാലുണ്ട്. 1 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജനിച്ച ഉടനെയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ പഠിക്കേണ്ട സംഗതികളാണ്. 2 വയസ്സുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, 2 വയസ്സ് പൂർത്തിയായപ്പോൾ നബി തങ്ങൾക്ക് മുലകുടി നിർത്തി. എന്നാൽ 4 വയസ്സിന്റെ ആരോഗ്യം ഉണ്ടായിരുന്നു പുണ്യ നബിക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് ഹലീമ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കലാണ്. 2 വയസ്സിൽ 4 വയസ്സിന്റെ ആരോഗ്യമുണ്ടായിരുന്നു. അഷ്റഫുൽ ഖൽഖായ ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 3 വയസ്സ് കഴിഞ്ഞതിന് ശേഷം 4-ാം വയസ്സിലാണ്, അല്ലെങ്കിൽ 3 വയസ്സ് പൂർത്തിയാകുന്ന ഘട്ടത്തിലാണ് നെഞ്ച് കീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. ഹലീമ ബീവിയുടെ അടുക്കൽ താമസിക്കുന്ന സമയം 2 വയസ്സ് കഴിഞ്ഞ് 1 കൊല്ലം കൂടി നോക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ്. ആ സമയത്താണ് നെഞ്ച് കീറിയ അത്ഭുത സംഭവം ഉണ്ടായത്. മഹാനായ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിലുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ നെഞ്ച് കീറിയ സ്ഥലം, സർജറി നടന്ന സ്ഥലം നബി തങ്ങൾ എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ അടയാളം നബി തങ്ങൾ വഫാത്താകുന്നത് വരെയും നെഞ്ചത്തുണ്ടായിരുന്നു. സങ്കല്പമല്ല, ഒറിജിനൽ ഓപ്പറേഷൻ തന്നെയാണ്. ആ അടയാളം ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് 10 കൊല്ലം മുസ്തഫായ നബി തങ്ങളുടെ കൂടെ കഴിഞ്ഞുകൂടിയ സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസ് മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടിക്കാലം ഇങ്ങനെ 3 വയസ്സ് തികഞ്ഞ് 4-ാം വയസ്സിൽ ഹലീമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ അബ്ദുൽ മുത്തലിബിന് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. ആമിന ബീവിക്ക് തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അങ്ങനെ തിരിച്ചേൽപ്പിച്ച് ഹലീമ ബീവി പോയി. 4 വയസ്സാണ് അന്ന് നബി തങ്ങൾക്ക്. ഒരിക്കൽ മുസ്തഫ നബി തങ്ങൾ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാതെയായി. പെട്ടെന്ന് കാണാനില്ല. 4 ഭാഗത്തും അന്വേഷിച്ചു, എവിടെയുമില്ല. നാട്ടുകാർ മൊത്തം അന്വേഷിച്ചു, എവിടെയില്ല. അവസാനം അബ്ദുൽ മുത്തലിബ് കഅബയിൽ ചെന്ന് കില്ല പിടിച്ചു ദുആ ചെയ്തു. നബിയെ തിരിച്ചു കിട്ടിയാൽ ഒട്ടകത്തെ അറുത്ത് മാംസം ദാനം ചെയ്യാൻ നേർച്ച ചെയ്തു. അബ്ദുൽ മുത്തലിബ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഒരു ശബ്ദം കേട്ടു. ആളില്ലാത്ത ഒരു ശബ്ദം പറയുകയാണ്. തിഹാമ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പൊതുവഴിയോട് ചേർന്ന് വലതുഭാഗത്ത് റോഡ് സൈഡിൽ നിൽക്കുന്ന മരത്തിന്റെ താഴെ മുഹമ്മദ് ഉണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ശബ്ദം കേട്ടു. അബ്ദുൽ മുത്തലിബും വറഖത്ത് ബിൻ നൗഫലും കൂടി തിഹാമയിലേക്ക് പോയി. തിഹാമയിൽ ചെന്നപ്പോ പൊതു റോഡിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ ചോട്ടിലെ മരത്തിന്റെ ചില്ലകള് കൊമ്പുകൾ പൊട്ടിച്ചുകൊണ്ട് കളിക്കുന്ന നബിതങ്ങളെ കണ്ടു. അവർ മുത്തുനബിയെ കൂട്ടിക്കൊണ്ടുവന്നു. ഖുറൈശികൾ സന്തോഷത്തിന് വേണ്ടി ആടിനെ അറുത്തു ദാനം ചെയ്തു എന്ന് താരീഖിലുണ്ട്. ഇങ്ങനെ ഓരോ വയസ്സും ഇങ്ങനെ പഠിച്ചു പോയാൽ നല്ല രസമാണ്. കുട്ടിക്കാലം വളരെ പ്രധാനമാണ്. ഈ ഇരിക്കണ നമ്മളെല്ലാരും ഇമ്മ പെറ്റതാണ്. ഇനിയും നിങ്ങളെയും നമ്മളെല്ലാരും ഇമ്മ പെറ്റതാണ്. നമ്മളമ്മ നമ്മളെ പ്രസവിക്കണ സമയത്ത് ഏറ്റവും ചുരുങ്ങിയത് അവിടെ 3 ആളെ ഏതായാലും ഉണ്ടാവും. ഉമ്മ ഏതായാലും ഉണ്ട്, ഉമ്മാന്റെ അമ്മ ഉണ്ട്, ബാപ്പാന്റെ അമ്മ ഉണ്ടാവും, പിന്നെ ആ പ്രസവം എടുക്കാൻ വേണ്ടി വന്ന ഒരു സ്ത്രീ ഉണ്ടാവും. 4 ആൾക്കാരുണ്ട് ചുരുങ്ങി കൂട്ടിയാൽ. ഇതിൽ ആരെയും നമുക്ക് ഓർമ്മയില്ല. ഉമ്മാക്കും ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. എന്നാൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ നബി തങ്ങൾക്ക് ഓർമ്മയുണ്ടായിരുന്നു. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുട്ടിക്കാലം. നമ്മളിങ്ങനെ പരമാവധി ബാക്കിക്ക് ചിന്തിച്ചാൽ 8 വയസ്സ് വരെ സാധാരണ കിട്ടുള്ളൂ എന്നാണ്. നോർമലി ബാക്കിലേക്ക് 8 വയസ്സ് വരെ കിട്ടുക. സാധാരണ ഒരു മനുഷ്യന് 5 വർഷമാണ് കിട്ടുക. പരമാവധി ചിന്തിക്കാൻ പറ്റുന്ന ഒരാൾക്ക് 8 വയസ്സ് വരെ കിട്ടും. അതിൻ്റെ അപ്പുറത്തേക്ക് കിട്ടൂല.
ഞാൻ അങ്ങനെ ചെറിയ കുട്ടിയാവുമ്പോൾ എൻ്റെ വാപ്പ കയ്യും പിടിച്ചിങ്ങാണ്ട് മദ്രസക്ക് ഇങ്ങനെ കൊണ്ടുപോയിട്ട് എന്നെ ചേർത്തു എന്നൊക്കെ നമ്മൾ പറയണത് അങ്ങനെ ഇക്കാരെന്ന് കരുതി പറയാൻ ഓർമ്മ ഉണ്ടായിട്ട് പറയാം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. أشهد أن محمد رسول الله. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله العلي العظيم. لا حول ولا قوة إلا بالله. لا حول ولا قوة إلا بالله. الله أكبر، الله أكبر. لا إله إلا الله. اللهم صل على محمد. اللهم رب هذه الدعوة التامة والصلاة القائمة محمدا الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد. مؤمنين. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുട്ടിക്കാലം പഠിക്കേണ്ടതാണ് എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ മാതാപിതാക്കളുടെ ഗുണങ്ങളാണ് മക്കൾക്കുണ്ടായിരിക്കുക എന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ആശയം. പലപ്പോഴും ഇസ്ലാം ദീന് ഒരാൾക്ക് പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കലല്ല, പരിശീലിപ്പിക്കലാണ്. ഫിലോസഫി പഠിച്ചതുകൊണ്ട് കാര്യമില്ല, പ്രാക്ടിക്കലായിരിക്കണം. പ്രാക്ടിക്കൽ ആവണമെങ്കിൽ മാതാപിതാക്കളിൽ നിന്ന് കാണണം. അതുകൊണ്ട് മക്കൾ നന്നാവണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ രണ്ട് കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്നാമത്തെ കാര്യം, ഈമാൻ, ഇൽമ് തുടങ്ങി കുട്ടികളുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധമുള്ള മക്കളാക്കുക. അതിന് ഏതൊരു വിഷയം ചെയ്യുമ്പോഴും പറയുമ്പോഴും അത് നബിയിലേക്ക് ബന്ധപ്പെടുത്തി പരിശീലിപ്പിക്കുക. ഒന്നുമല്ല, പെരപ്പണി കഴിഞ്ഞിട്ട് പൈൻ്റ് അടിക്കണം, വൈറ്റ് വാഷ് ചെയ്യാണ്, പൈൻ്റ് അടിക്കുകയാണ്. വൃത്തി ഈമാന്റെ ഭാഗമാണെന്ന് മുഹമ്മദ് നബി പറഞ്ഞതിനാലാണ് പൈൻ്റ് അടിക്കണതെന്ന് കുട്ടികളോട് പറയാം. ചെറിയ കാര്യങ്ങളൊക്കെ അതേപോലെ നബി തങ്ങളിലേക്ക് കണക്ട് ചെയ്യാം സല്ലല്ലാഹു അലൈഹി വസല്ലം.
പെരണ്ടാക്കിയിട്ട് താമസം തുടങ്ങാൻ പോണതിൻ്റെ മുന്നേ അങ്ങാടിയിൽ നിന്ന് 350 റുപ്യക്ക് നല്ലത് നോക്കിയിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ചെടി വാങ്ങിക്കൊടുന്നിട്ട് കുഴിച്ചിടാം. അപ്പോൾ മൂത്ത കുട്ടി വന്നിട്ട് ചോദിക്കും, ഇത് കുടിരിക്കൽ കഴിഞ്ഞിട്ട് കുഴിച്ചിട്ടാ അപ്പോൾ ആൾക്കാർ ചവിട്ടൂലെന്ന് ചോദിക്കുമ്പോൾ പറയാം, മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിന് റോസാപ്പൂവിൻ്റെ മണാണ് ഉണ്ടായിരുന്നത് എന്ന് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അത് കുടിരിക്കലിൻ്റെ മുന്നേ തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയതാണ് എന്ന് പറയാം. ഇങ്ങനെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ബന്ധപ്പെടുത്തി കുട്ടികളെ പഠിപ്പിക്കുക. നന്നാവാൻ വേറൊന്നും ചെയ്യേണ്ടി വരില്ല, ഈ ഒരു കാര്യം ചെയ്താൽ മതിയാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഏതൊരു മനുഷ്യനും നന്നാവണമെങ്കിൽ നല്ല ഒരു ഗുരുവിനോട് ബന്ധപ്പെടുത്തണം, നല്ല ഒരു ഉസ്താദിനോട് ബന്ധപ്പെടുത്തണം എന്നതാണ്. പഴയ ആളുകൾക്കുണ്ടായിരുന്നതും പുതിയ തലമുറയ്ക്ക് ഇല്ലാതെ പോയതും ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോയെന്ന് അറിയില്ല. പഴയ ആൾക്കാർക്ക് ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞൊരാളുണ്ടാവും. പുതിയ ആൾക്കാർക്ക് ഉസ്താദ്മാരൊക്കെ കുറേ ഉണ്ടെങ്കിലും ഇൻ്റെ ഉസ്താദ് ഇല്ല. ആരാ എൻ്റെ ഉസ്താദ് എന്ന് ചോദിച്ചു നാളെ. അതിൽ പറഞ്ഞൊരു കണ്ണടച്ച ആളായിരുന്നു പറഞ്ഞു. അതൊന്നും നടക്കൂല പരിപാടി. ഇബ്രാഹിമല്ലാക്ക ആണെങ്കിൽ ഇബ്രാഹിമല്ലാക്കാന്ന് പറയണം, മമ്മൂലിയരാണെങ്കിൽ മമ്മൂലിയർ എന്ന് പറയണം, അല്ലാതെ നടക്കൂല പരിപാടി. പുതിയ തലമുറയ്ക്ക് ഇൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആളില്ല, ചോദിക്കാനും പറയാനും ആളില്ല. എന്നാൽ പഴയ തലമുറക്ക് അങ്ങനെയല്ല. ഒരാകെ 3ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ വെച്ചാലും ഇൻ്റെ ഉസ്താദ് ഉണ്ടാവും. ഓർക്ക് ചോദിക്കാൻ ആളുണ്ട്, ഓർക്കൊരു സംശയം വന്നാൽ സമീപിക്കാൻ ആളുണ്ട്, മറുപടിയുണ്ട്, ആ മറുപടിക്ക് സ്വീകാര്യതയുണ്ട്. ഇങ്ങനെ എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ഒരാൾ പഴയ തലമുറക്കുണ്ടായിരുന്നു, പുതിയ തലമുറക്കില്ല. യഥാർത്ഥത്തിൽ മാതാപിതാക്കൾ ചെയ്തു കൊടുക്കേണ്ട കാര്യം ഒരു നല്ല ഉസ്താദുമായി ഗുരുനാഥനുമായി ബന്ധപ്പെടുത്തുക എന്നതാണ്. സത്യത്തിൽ മക്കളെ നന്നാക്കിയെടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്കാണ്. അത് ഗുരുനാഥന്മാർക്കാകുന്നത് ഏൽപ്പിച്ചു കൊടുക്കൽ, ഏറ്റെടുക്കൽ എന്നിവ കൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒന്ന്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെടുത്തുക. 2, നല്ല ഗുരുനാഥന്മാരുമായി ബന്ധപ്പെടുത്തുക. ഇത് മക്കൾ നന്നായി തീരാൻ വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഒരു മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേലായിരിക്കുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കുമെന്നാണ്. അതായത് നമ്മളിപ്പോൾ മോൾക്കൊരു കല്യാണം വന്നു വിചാരിക്കുക. മോൾക്കൊരു കല്യാണം വന്നാൽ നമ്മൾ ആദ്യം പരസ്യമായിട്ട് അന്വേഷിക്കുന്നതിന് മുമ്പ് ഒന്ന് സ്വകാര്യത്തിൽ അന്വേഷിക്കാൻ പോകും. ഓലെ പെരൻ്റെ അടുത്തുള്ള നിസ്കാര പള്ളിക്ക് ഒരു അസർ നിസ്കാരത്തിന് ചെന്നിട്ട് അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ അടുത്തുള്ള ചായപ്പീടിയെ കയറിയിട്ട് ഒരു ചായ ഒരു നെയ്യപ്പോ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ചായപ്പീടിയൊക്കെ ചായ കുടിക്കാൻ വേണ്ടി കുറേ ആൾക്കാർ വരും. അതിലൊരാളോട് ചോദിക്കും, നമ്മളാ ഗൾഫിലുണ്ടായിരുന്നേ സുലൈമാനാജിൻ്റെ ചെറിയ മകൻ്റെ വിവരം എന്താണ് എന്ന് ചോദിക്കും. അപ്പം ആൾക്കാർ പറയും, മോനൊന്നും തരക്കടില്ല, ആള് വളരെ ഉഷാറാണ്, ഓൻ്റെ ചങ്ങായിമാരൊക്കെ മോശമാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലായി ആള് മോശമാണ് എന്ന്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ്റെ മതത്തിൻ്റെ മേൽ ആയിരിക്കുമെന്നാണ്. അതിനാൽ നല്ല കൂട്ടുകെട്ടുകളിലേക്ക് കുട്ടികളെ അയക്കണം. അതിനാണ് സമസ്തയുടെ പോഷക സംഘടനകൾ. കുട്ടികളെ നല്ല കൂട്ടുകെട്ടിലേക്കാക്കണം. സുന്നി ബാലവേദി SBയിലാക്കണം, SKSSFിലാക്കണം, SYSലാക്കണം. നല്ല കൂട്ടുകാരൻ എന്തായാലും നന്നായി തീരും എന്ന കാര്യം ഉറപ്പാണ്. മനുഷ്യൻ അവൻ്റെ കൂട്ടുകാരൻ ഏത് റൂട്ടിലാണ് പോവുക, ആ റൂട്ടിലാണ് പോവുക. അതുകൊണ്ട് നല്ല കൂട്ടുകാരിലേക്ക് മക്കൾ അടുപ്പിച്ചുകൊണ്ട്, നല്ല ഗുരുനാഥന്മാരിലേക്ക് അടുപ്പിച്ചുകൊണ്ട്, മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെയൊക്കെ മക്കളെ നന്നാക്കിയെടുക്കാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കണം. ദാറുൽ അസ്ഹറിനെ എല്ലാവരും കാര്യപ്പാത്ത് ജീവിതം ശരിയോ തെറ്റോ എന്നതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് ഉമർ അലി ശിഹാബ് തങ്ങൾ അനുസ്മരിച്ച്, ബഹുമാനപ്പെട്ട വാവാട് ഉസ്താദിനെ അനുസ്മരിച്ച്, അവരുടെയൊക്കെ താരീഖുകൾ, ചരിത്രങ്ങൾ പഠിച്ച് അവരുടെ മാർഗത്തിൽ നമ്മളെല്ലാവരും മുന്നോട്ട് പോകണം. ദാറുൽ അസ്ഹറിനെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ എല്ലാ ശ്രമങ്ങളെയും വിജയിപ്പിക്കട്ടെ.